ഹലോ ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കലാ ആസ്വാദകർക്കും ഇന്നത്തെ എന്റെ ലൈവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ തില്ലയാണ്. ഇന്ന് എന്റെ ഒപ്പമുള്ളത് രതീഷ് ഏട്ടനാണ്. രതീഷ് കലാഹൃദയം, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നാട്ടിലെ പാട്ടുകാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലം കൊടുവഴന്നൂരാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏകദേശം അദ്ദേഹത്തെ അറിയാമെന്ന് തോന്നുന്നു. അപ്പം ആദ്യം തന്നെ വോയിസിന് ക്ലാരിറ്റി ഉണ്ടോ, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ലൈവിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇന്ന് എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റിയിട്ട് തന്നെയാണ്. അദ്ദേഹം സ്റ്റാർ വിന്നർ എന്ന് പറയുന്ന ഒരു ഗാനമേളയുടെ എല്ലാമാണ്. ഒരു ബ്രെയിൻ ഓഫ് ഗാനമേള എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും അതിലൊരു അംഗമാണ്, ഹോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോ ഞങ്ങളുടെ സ്റ്റാർ വിന്നറിന്റെ എല്ലാമായ ഞങ്ങളുടെ സ്വന്തം രതീഷ് ഏട്ടനാണ് ഇന്ന് ഒപ്പമുള്ളത്. രതീഷ് ഏട്ടാ, ഒരു നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമസ്കാരം. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാള ഗാനങ്ങളും മറ്റു ഗാനങ്ങളും ആവശ്യപ്പെടുക. ചേട്ടൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം പാടിത്തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, മാക്സിമം നമ്മുടെ ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലേക്കും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും സ്റ്റാറ്റസ് ആയും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ആയിട്ട് വന്ന് മെൻഷൻ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. കുറച്ച് ആൾക്കാരും കൂടെ വന്നതിന് ശേഷം നമ്മൾ പാട്ട് പാടി തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹം കലാഹൃദയം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി കൂടി റൺ ചെയ്യുന്നുണ്ട്. അത് പാരിപ്പള്ളിയാണ് അത് വരുന്നത്. അപ്പോ അതില് എങ്ങനെയാണ് നമ്മുടെ അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്നുള്ളത് രതീഷ് ചേട്ടൻ തന്നെ പറയും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോ ചേട്ടന്റെ കലാഹൃദയം എന്ന് പറയുന്ന ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റിയിട്ട് എന്താണ് ചേട്ടന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, അതിനു മുമ്പായിട്ട് എന്നെ ഈ ഒരു തില്ല അനീഷ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് ക്ഷണിച്ച തില്ലയ്ക്ക് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. കലാഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാരിറ്റിയാണ്. ചാരിറ്റി കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഞങ്ങള് കുറച്ച് കലാകാരന്മാർ ചേർന്നിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിർധനരായ രോഗികൾക്ക് ധനസഹായം നൽകുക, അതായത് തിരുവോരങ്ങളിൽ സംഗീത പരിപാടി അവതരിപ്പിച്ച് അവർക്ക് ധനസഹായം നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഈ ചാരിറ്റി മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോ ഒരു 1.5 വർഷം കൊണ്ട് ഈ മേഖലയിലുണ്ട്. ഏകദേശം ഒരു 6-7 ഇപ്പോ 7ാമത്തെ നമ്മുടെ ഒരു പേഷ്യന്റാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം നമ്മള് സംഗീത പ്രോഗ്രാം അവതരിപ്പിക്കും, തിരുവോരങ്ങളിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ലൈവിൽ പറയാനുള്ളത്, ഈ തിരുവോരങ്ങളിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിലും നമുക്കൊരു പോസിറ്റീവായിട്ടും കാണാം, ഇതൊരു നെഗറ്റീവായിട്ടും കാണാം. പോസിറ്റീവ് എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാം അവതരിപ്പിച്ച് ഞങ്ങൾ ചെയ്യുന്നത് പലരും ചെയ്യാറുണ്ട്, പലരും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇതൊരു എന്താണ്, തട്ടിപ്പാണോ അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഈ ലൈവിലൂടെ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പലരുടെ മനസ്സിലും വരുന്ന ചിന്ത ഇതാണ്, ഈ ക്യാഷ് സ്വരൂപിച്ച് അവരുടെ കൈകളിൽ എത്തുന്നില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഈ രോഗി ഇപ്പൊ ആർക്കാണ് ചെയ്യുന്നത്, അങ്ങനെ രോഗം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ആർക്കാണോ ചെയ്യുന്നത് ആ പേഷ്യന്റിന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആ സ്റ്റേഷനിലെ പോലീസുമായി ബന്ധപ്പെട്ട് അവരുടെ അനുവാദം ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ ഈ ഒരു ചാരിറ്റി വർക്കുമായിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് എല്ലാ സ്റ്റേഷനിലും നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. പിന്നെ ഒരു മാസം ഞങ്ങൾ സംഗീത പരിപാടി അവതരിപ്പിച്ച് 50,000 രൂപ ഒരു പേഷ്യന്റിന് ഞങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ കൂടിപ്പോയ 2 മാസം അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പല ചാരിറ്റികളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 1 വർഷം വരെ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് എന്ന് മുതലാണ് ചെയ്യുന്നത്, അത് കൊടുക്കുന്നുണ്ടോ എന്ന് ഈ കാണുന്നവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരുപാട് ചാരിറ്റികളെ എന്താണ് ലീഗലായിട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ചാരിറ്റി നിങ്ങൾക്ക് പൊതുജനം കാണുന്നവര് ഞങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങളായാലും ആരായാലും കാണുമ്പോൾ നിങ്ങൾ അവരെ പൊതുജനങ്ങൾക്ക് ചോദിക്കാം, ഇത് എവിടെയാണ് ചെയ്യുന്നത്, രോഗിയുടെ ആ നമ്പർ വിളിച്ച് തിരക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ
ചെയ്യുന്നവരെല്ലാം എന്താണ് തട്ടിപ്പാണെന്ന് കരുതരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അപ്പൊ ഇപ്പോ നമ്മുടെ കലാഹൃദയം രതീഷേട്ടനും ടീമും ചേർന്ന് ചെയ്യുന്നത് അനിൽകുമാർ എന്ന് പറയുന്ന അഞ്ചലിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. 25 വയസ്സുള്ള ഒരു അധ്യാപികയായിരുന്നു. പുള്ളിക്കാരത്തിയുടെ അച്ഛൻ അമ്മ ഒക്കെ കൂലിപ്പണിയാണ്. അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരത്തി നിർധനരായിട്ട് ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. ബോൺ മാരോ ക്യാൻസർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. മജ്ജയിലെ ക്യാൻസർ ബാധിച്ചിട്ടുള്ള ഒരു അസുഖത്തിനാണ് ഇപ്പം പിടിപെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരിയെ നമുക്ക് അതിൽ നിന്ന് ഉറപ്പായിട്ടും തിരികെ കൊണ്ടുവരണം. അപ്പൊ ഇന്നത്തെ ലൈവ് ഞാൻ ആ ഒരു കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ ഇപ്പൊ അത് ഒന്ന് റിവീൽ ചെയ്യാണ്. ഞാൻ ഈ ഒരു ഷോയുടെ ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ചേട്ടായിയുടെ നമ്പറാണ്. ആ നമ്പറിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുട്ടിക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് ഈവൻ 1 റുപ്പി ആണെങ്കിൽ 1 റുപ്പി, ഞങ്ങൾ എത്രയാണ് എമൗണ്ട് എന്ന് പറയില്ല, പക്ഷെ അയച്ച എല്ലാവരുടെയും പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ടും പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ പാട്ടുകളിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, അപ്പൊ മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക. ഹരിദാസ് ഹരി വന്നിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ. ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ശുഭ സായാഹ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ചേട്ടാ ഹരിദാസ് ചേട്ടൻ കൃഷ്ണൻകുട്ടി ചേട്ടനെയൊക്കെ കാണാനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ദയവ് ചെയ്ത് കമന്റ് ചെയ്യാം, ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. എല്ലാരെയും മാക്സിമം ലൈവിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഫസ്റ്റ് സോങ് നമുക്ക് ഏത് പാട്ടാണ് രതീഷ് ചേട്ടാ ആദ്യമായിട്ട് പാടാൻ പോകുന്നത്? ദാസേട്ടൻ ആലപിച്ച കുറിവരച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനത്തോടു കൂടി നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. മലയാളികൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ. അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ജാതി മതഭേദമന്യാണ് നമ്മൾ എല്ലാവരും ഒരു മനസ്സായിട്ടാണ് ഏതൊരു കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നത്. അത്തരത്തിലുള്ള കേരളീയർക്ക് വേണ്ടി, മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. എത്രത്തോളം ആൾക്കാരെ ഇതിലേക്ക് കയറ്റാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെ കയറ്റുക. ഈ ലൈവ് തീർന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ സമ്മാന പ്രോഗ്രാമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ രീതിക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് തരാൻ പോകുന്നത്. ഒരു സർപ്രൈസ് ആണ്. സോ ആദ്യം മുതൽ അവസാനം വരെ വാച്ച് ചെയ്യുക. അപ്പൊ ആ ഒരു പാട്ടിലേക്ക് പോവാം. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പമ്പാതടസ്ഥരം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ. പമ്പാതടസ്ഥരം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ. വിന്ധ്യഹിമാചല സഹ്യസാനുക്കളിൽ വിത്തുവിതയ്ക്കരുതേ വർഗീയ വിത്തുവിതയ്ക്കരുതേ. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം ചേട്ടാ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതലായിട്ടും പാടുന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു ഡൗട്ട് ഉണ്ടാവും. ഞാൻ കൂടുതലും പാടുന്നത് ദാസേട്ടന്റെ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പാടുന്നത്. അതാണ് ദാസിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് അതേ തന്നെ പാട്ടുകൾ, പിന്നെ SP-യുടെ പാട്ടുകളും പാടാറുണ്ട്. ഓക്കെ. അപ്പോ പാട്ട് ഏത് പാട്ടാണ്, ഏത് ജോണർ ടൈപ്പ് പാട്ടുകളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കുക. ആൾക്കാർക്ക് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. ഞാൻ കമന്റ് എന്തായാലും വായിക്കുന്നതായിരിക്കും. ഓക്കെ. ഷിബു SP ഹായ് തില്ല. കവിത അനാമിക ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷിബു ചേട്ടൻ ഹായ് രതീഷ് എന്നും പറഞ്ഞിട്ടുണ്ട്. സുരാജ് മീനാട് ഹായ് എന്ന് പറഞ്ഞു. ഹായ് തില്ല എന്ന് പറഞ്ഞിട്ട് താങ്ക് യു. അജയൻ ചേട്ടൻ നാടൻ പാട്ട് ഇടയ്ക്ക് എപ്പോഴേലും പാടാം കേട്ടോ. ഹായ് രതീഷ് ചേട്ടാ പൊളിക്കെന്ന്. മനുചേട്ടൻ നമ്മുടെ പാട്ടുകാരൻ. മനുചേട്ടന് പറയുകയാണെങ്കിൽ സ്റ്റാർ വിന്നറിന്റെ അനുഗ്രഹീത കലാകാരനാണ് അല്ലേ? അതുപോലെ ഹിന്ദി സിംഗർ. അപ്പൊ മനുചേട്ടാ ഞാൻ ലൈവിലേക്ക് ഇപ്പോഴേ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഓക്കെ.
ലൈവ് കാണുന്നവരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ഷെയർ ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ അവരുടെ ലൈവ് ഒരു ചാരിറ്റി പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് ഹരിദാസ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഏട്ടാ. അപ്പൊ ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി കമന്റ് ആയിട്ട് ഗൂഗിൾ പേ നമ്പർ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പോവും. അനീഷ് വിജയ സൗണ്ട്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നായിരിക്കാം മെസ്സേജ് വരിക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ധനസഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ചെയ്തു തരേണ്ട മാക്സിമം ഒരു കാര്യം, ഈ ഒരു ലൈവ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ആൾക്കാരെ ലൈവിലേക്ക് ഒന്ന് കൂട്ടുക. ഓക്കെ. അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട കുഞ്ഞുവാവയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുവാവ പത്മതീർത്ഥ അരുൺ, ഏട്ടായുടെ അനിയന്റെ കുഞ്ഞാണ്. അപ്പോ മോളുടെ 1ാമത്തെ പിറന്നാളാണ്. അപ്പൊ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഓക്കെ, ഇതിനിടയ്ക്ക് പാടിത്തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. കമന്റ് പറയുന്ന അനുസരിച്ചിട്ട് പാട്ടുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. ചേട്ടൻ ഉറപ്പായിട്ടും അറിയുന്ന പാട്ടുകൾ നിങ്ങൾക്ക് പാടിത്തരുന്നതായിരിക്കും. ചേട്ടൻ പറഞ്ഞ പോലെ ദാസേട്ടന്റെ പാട്ടുകളൊക്കെയാണ് കൂടുതലായിട്ട് പാടുന്നതെന്ന് പറഞ്ഞു. അപ്പോ അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എല്ലാ പാട്ടുകളും ആവശ്യപ്പെടാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകൾ ഉറപ്പായും പാടുന്നതായിരിക്കും. മനുഷ്യേട്ടൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യേട്ടൻ ലൈവിലേക്ക് വരാൻ ചോദിച്ചതിന് മറുപടി ഇതുവരെയും വന്നില്ല കേട്ടോ. ലൈവിൽ വരുവോ ഇല്ലയോ എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും ഒന്ന് പറയണം. രതീഷ് ഏട്ടാ ഷീബയും കൂടെ ഉണ്ട് എന്ന് പറയുന്നു സുരാജ് മീനാട്. അപ്പൊ അനുജനും അനുജത്തെയും ചെയ്യേണ്ട കാര്യം എത്രയും വേഗം ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ഷീബ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ സുരാജ് ഏട്ടനും ലൈവിൽ അവസാനം വരെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കുടുംബത്തിന്റെ അംഗമാവാൻ മാറുകയാണ് നിങ്ങളും കൂടി. അപ്പൊ അതുകൊണ്ട് ആ ഒരു സസ്പെൻസ് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പൊളിക്കുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബാംഗം തന്നെയാണ്, ഈ ഒരു പേജിന്റെ കുടുംബാംഗം തന്നെയാണ്. ഹരിദാസ് ഏട്ട 1000 പിറന്നാൾ ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഞാൻ കുഞ്ഞുവാവെ അറിയിച്ചിരിക്കാം എന്തായാലും. അപ്പൊ നമുക്ക് അടുത്തതായിട്ട്, ഞാൻ ഇപ്രാവശ്യം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, ചേട്ടന്റെ പാട്ടിലേക്ക് തന്നെ പോകാം. ചേട്ടാ അടുത്ത പാട്ട് ഏത് പാട്ടാണ്? മോൾക്ക് വേണ്ടി മോളൊരു പാട്ട് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് പെൺകുട്ടിയല്ലേ? അതെ അതെ. മോൾക്ക് വേണ്ടി ഞാനൊരു നല്ലൊരു പാടാം. ഓക്കെ. മഴവിൽ കോടിയാലെ പാവാടയേകിടാ പൊന്നായ പൊന്നു കൊണ്ടു മൂടിടാ മഴവിൽ കോടിയാലെ പാവാടയേകിടാ പൊന്നായ പൊന്നു കൊണ്ടു മൂടി മൂടി നീകിടാ പാൽക്കനവിൽ നീരാടാ കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോട് ചേർന്നുറങ്ങ് താമര തേനുറങ്ങ് കൈവളരാൻ നേരം പദമായിരം വേണം മെയ്വളരാൻ നേരം കണ്ണായിരം വേണം വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം. ഓക്കെ. ഒരുപാട് സന്തോഷം ചേട്ടാ. ചോദിച്ച ഉടനെ തന്നെ ചേട്ടാ ആ പാട്ട് പാടിത്തന്നു. 1000 പിറന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യേട്ടൻ ഹാപ്പി ബർത്ത്ഡേ മോളെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. സുരാജ് ഏട്ടൻ ചോദിക്കുന്നു രതീഷ് ഏട്ടാ അമ്പലപ്പുഴ പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോ സുരാജ് ഏട്ടനും ഷീബ ചേച്ചിക്കും വേണ്ടിട്ടല്ലേ, രണ്ടുപേർക്കും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് രതീഷ് ഏട്ടൻ പാടുത്തുന്നതായിരിക്കും. ചേട്ടന് അനിയന് വേണ്ടി അല്ലേ? സുരാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. എന്നെ എന്ന് കാണുന്നോ അന്നെല്ലാം ഈ പാട്ട് ചോദിക്കും.
അതിന് 4 പേര് വേറെ ഞങ്ങൾ ചിലപ്പോ പാടിത്തരാം. മിക്കവാറും പാടി ശരിയാക്കിയിട്ട് പോയാ മതി അതാണ് എന്നൊരു സത്യം, ധ്വനി അതാണ് ഉണ്ടോ? സത്യം. സുരാജ് ഞാൻ പാടാം, 4 പേര് പാടാം. ഓക്കെ, അപ്പൊ ലിറിക്സ് എടുക്കുന്നവരെ നമുക്ക് കമന്റ്സ് ഒക്കെ വായിക്കാം. ഹരിദാസ് ഏട്ടൻ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഗൂഗിൾ പേ നമ്പർ പിൻ ചെയ്ത് ഇടുകയെന്ന്. നമ്മൾ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അറിയാം. അതിനൊപ്പം തന്നെ ഇപ്പൊ കമന്റിൽ നമ്മൾ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്പർ ഞാൻ ഒന്നും കൂടി പറയാം, 94 47 89 03 78 എന്ന നമ്പറിലേക്കാണ് ജിപേ ചെയ്യേണ്ടത്. അത് 1 രൂപയായാലും ഓക്കെ, 10 രൂപയായാലും ഓക്കെ, 1000 ആയാലും 10,000 ആയാലും ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. എമൗണ്ട് പറയണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എമൗണ്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. എമൗണ്ട് പറയണ്ട എന്നുള്ളവർക്ക് പേര് മാത്രം ഞങ്ങൾ പറയുന്നതും ആയിരിക്കും. ഓക്കെ, അത് ഞങ്ങൾ എന്തായാലും ഈ ഒരു ലൈവിലൂടെ അല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ അല്ലാതെ നിങ്ങളെ ബന്ധപ്പെട്ടതിന് ശേഷം പോസ്റ്റ് വഴി അതെല്ലാരെയും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് പോങ്ങനാട് നിന്ന് സാഗർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എബ്രോഡാണ്, അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഫസ്റ്റ് പേയ്മെന്റ് വന്നിട്ടുണ്ട്. പേയ്മെന്റ് പറയണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു എമൗണ്ട് ആണ് ചേട്ടൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. 1 രൂപയായാലും കാണുന്ന ഇപ്പൊ നിങ്ങളൊരു 13 പേരുണ്ട്, ആ 13 പേരും 10 രൂപ വെച്ച് ഇട്ടാലും ഞങ്ങൾക്ക് അത്രയും ആവും. സോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. ഓക്കെ, ഹരിദാസ് ഏട്ടൻ വെരി നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മനോഹരമായ ശബ്ദം, ഒന്നും പറയാനില്ല, സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിദാസ് ഏട്ടൻ തന്നെ കുറെ ലവ് ഒക്കെ തരുന്നുണ്ട്. താങ്ക് യു ഹരിദാസ് ഏട്ടാ. ഓക്കെ, അപ്പോ ഇനി പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടുക, ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും നിങ്ങൾക്ക് നൽകാവുന്ന ഒരു ചെറിയ സപ്പോർട്ട് സഹായമാണ് ഈ ഒരു ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഇന്ന് ഈ ലൈവ് കാണുന്ന ആൾക്കും ഒരു നിരാശയുടെ ആവശ്യമില്ല, അത്രയും ഗംഭീരമായി പാടുന്ന ഒരാളാണ് നമുക്ക് ഒപ്പമുള്ളത്. എല്ലാ പ്രാവശ്യം ഞാൻ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ആവില്ല, നിങ്ങൾ പറയുന്ന പാട്ടുകളൊക്കെ ഉറപ്പായും പാടിത്തരും. സോ നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ പറയുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ അനിൽകുമാറിന് വേണ്ടി ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ലൈവ് ജസ്റ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ജസ്റ്റ് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം, അത്രേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഷോയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലെ പാട്ടുകാർ. ഈ ഒരു ഷോയിലെ ഫസ്റ്റ് സിംഗർ ആണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, രതീഷ് കലാഹൃദയം, രതീഷ് കൊടുവഴന്നൂർ. അപ്പോ ചേട്ടനാണ്. ഇനി ചേട്ടൻ ആ ഒരു പാട്ടിലേക്ക് പോട്ടെ. സുരാജിന് വേണ്ടിയിട്ട് ആലപ്പുഴ പട്ടണത്തിൽ, ഇതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം. അപ്പൊ അതിന്റെ ഒരു 4 പേര് പാടിത്തരാം. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, കണ്ണും കണ്ണും കടം പറഞ്ഞു, കടം കഥയിൽ മാനം പുകഞ്ഞു, കണ്ണും കണ്ണും കടം പറഞ്ഞു, കടം കഥയിൽ മാനം പുകഞ്ഞു, കൊതിപ്പിച്ചു കടന്നതെന്തി കുട്ടനാട്ടുകാരി, കൊതിപ്പിച്ചു കടന്നതെന്തി കുട്ടനാട്ടുകാരി, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, ആലപ്പുഴ പട്ടണത്തിൽ. ഓക്കെ, താങ്ക് യു. ആ പാട്ടുകളെല്ലാം ചേട്ടായി ഒരു സെക്കൻഡ്, എന്തോ ഒരു സംഭവം കുറയ്ക്കാനോ കൂട്ടാനോ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലൈവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ദയവേത് ഷെയർ ചെയ്യുക പ്ലീസ് എല്ലാവരും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ പേ ചെയ്യാനോ സ്റ്റാർ ആയിട്ട് നൽകി സഹായിക്കാനോ ഒക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൽകി സഹായിക്കാം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പറയാം. കമന്റ് ഇട്ടാൽ മതിയാവും, കമന്റ് ഞാൻ ഉറപ്പായിട്ടും വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും കമന്റുകൾ ഓടിപ്പോടി പോകുന്നത് കൊണ്ടാണ് എല്ലാ കമന്റും വായിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഫോൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം കമന്റുകൾ എന്റെ കയ്യിൽ എത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. സോ മാക്സിമം കമന്റുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടുക. ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ തീർച്ചയായിട്ടും പാടിത്തരുന്നതായിരിക്കും. അപ്പൊ ചേട്ടാ, എല്ലാ പാട്ടുകാർക്കും സ്വന്തമായിട്ടൊരു ഫേവറേറ്റ് സോങ് ഉണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പൊ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതാണ്? അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ അങ്ങനെയില്ല, എനിക്ക് അസന്റെ എല്ലാ ഗാനങ്ങളും ഇഷ്ടമാണ്. എന്നാലും പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ, അപ്പൊ അത്തരത്തിൽ ഏത് പാട്ടാണ്? ദാസന്റെ ഒരു ഗാനം പാടാം. ഓക്കെ, ആലോലം ആശാലോലം ആരാരു പാടും ഗാനം
കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി ഏതോ പൈതൽ മുന്നിൽ വന്ന പോലെ ഏതോ ജീവൽ ഗാനം വാഴ്വിന്റെ കോവിലിൽ സോപാനഗാനമാ ആടുന്ന നാഗിനി ഭൂതിപ്രവാഹിനി ജീവന്റെ സംഗീതം ഓ താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായമാനം. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സുരാജ് ഏട്ടൻ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള കലാകാരന്മാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ ഓരോ കമന്റും ഓരോ ഷെയറും. അതുപോലെ തന്നെ നമ്മുടെ വടക്കേ അറ്റത്ത് കാണുന്ന ലൈക്കിൽ അടിച്ച് പൊട്ടിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും മാക്സിമം ഒന്ന് ചെയ്യാന്ന് ഹരിദാസ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഏട്ടൻ. ഇത്രയും ഭംഗിയായിട്ട് പറയാൻ എനിക്ക് പോലും അറിയില്ല. എന്നാൽ ഒരുപാട് സന്തോഷം. ഹരിദാസ് ഏട്ടൻ ഒന്ന് കൃഷ്ണൻകുട്ടി ചേട്ടനെയൊക്കെ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഒന്ന് അറ്റടിച്ച് ഒന്ന് മെൻഷൻ ചെയ്തേക്കാവോ? ഹരിദാസ് ഏട്ടൻ ഒരു നാടൻ പാട്ട് ഞാൻ തന്നെ പാടണമല്ലേ? ഇത്രയും ഭംഗിയായിട്ട് ഒരാൾ പാടിക്കൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ ഞാൻ വെറുതെ പാടി കൊളമാക്കണോ എന്നുള്ളതാണ്. അതെ, പാടണം. കാരണം എന്ന് വെച്ചാല് നല്ലൊരു സിംഗറാണ്, നാടൻ പാട്ട് സിംഗറാണ്. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല. അല്ല, എനിക്ക് നല്ലതുപോലെ അറിയാന്നുള്ളതാണ്. അതുകൊണ്ടാണ് നല്ലൊരു പാട്ട് പാടും. സുരാജ് ഏട്ടന് ഒരു ലവ് അതിനുണ്ട്. ഓക്കെ, ഏത് പാട്ട് പാടണം എന്നുള്ളതാണ് ആദ്യം. ഓക്കെ, ഒരു പാട്ടിലേക്ക് പോവാം. തില്ലയ്ക്ക് തന്നെ സ്വന്തമായിട്ടൊരു പാട്ടുണ്ടല്ലോ. എന്നും ഞാൻ തില്ലയിലമാണ് പാടുന്നത്. അത് കാരണം എല്ലാരും മടുത്തിരിക്കുന്നു. അടിപൊളി, വല്ലാത്തൊരു ഫീലായി ആ പാട്ട്. ഇതുപോലുള്ള കലാകാരന്മാർക്ക് പുറത്തുള്ള വേദികൾ കൂടി തുറന്നു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയുന്നു. ചേട്ടൻ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രാമകഥ ഗാനമെന്ന് പറയുന്നുണ്ട്. ഞങ്ങള് സ്റ്റാർ വിന്നർ എന്ന് പറയുന്ന ഒരു ഗാനമേള ടീം കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടീമിന് നിങ്ങൾക്ക് മാക്സിമം പ്രോഗ്രാം നൽകി ഞങ്ങളെ സഹായിക്കാം. അത്തരത്തിൽ കൂടി ഞങ്ങളെ ഈ ഒരു ലൈവ് എന്നതിന് പുറമെ ഉത്സവ വേദികളിലേക്കും നിങ്ങളുടെ ആഘോഷ വേദികളിലേക്കും ഒക്കെ ഞങ്ങളെ ക്ഷണിക്കാവുന്നതാണ്. മാക്സിമം അല്ലെ റേറ്റ് ഒക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒപ്പം ഞാനും ഉണ്ടാവും, അവരുടെ ഒപ്പം ഞാനും ഉണ്ടാവും. എന്നാൽ പറ്റുന്ന രീതിക്ക് ഞാനും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഓക്കെ, എല്ലാ പ്രാവശ്യം പാടുന്ന വ്യത്യസ്തമായിട്ട് ഒരു മുടിയാട്ട പാട്ട് പാടാം. ഓക്കെ, അത്തിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ തകതിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ അത്തിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ തകതിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി അത്തിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ തകതിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ അത്തിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ തകതിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ ദൂരക്കിഴക്കു നാണ്ടൊരു പെണ്ണു വരുന്നേ ചാഞ്ഞും ചേരിഞ്ഞും പെണ്ണ് വരികയല്ലാണോ ദൂരക്കിഴക്കു നാണ്ടൊരു പെണ്ണു വരുന്നേ ചാഞ്ഞും ചേരിഞ്ഞും പെണ്ണു വരികയല്ലാണോ അത്തിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ തകതിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ അത്തിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ തകതിന്തോ തിന്തിന്തോന്തകതയ്യാതിനന്തോ. സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഇവിടെ വേറെ ആരും പറയാല്ലാത്ത ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഹരിദാസ് ഏട്ടൻ ഓക്കെ, അല്ല സുരാജ് ഏട്ടൻ ചേട്ടൻ പാടിയതില് ഓക്കെ ആ പാട്ട് രാമകഥാ പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാടാം.
മാക്സിമം എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. റോബിനെ, കൃഷ്ണൻകുട്ടി ചേട്ടനെ, ബിന്ദുജി. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും തിരക്കിലാവുന്നു. ഞങ്ങൾ നേരെ മറിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇന്ന് ലൈവ് പോയത്. സാധാരണ ഇന്ന് ചെയ്യേണ്ടത് ഗെയിം ഷോയുടെ ലൈവ് ആയിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് എല്ലാരും കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഞായറാഴ്ച നാട്ടിലെ പാട്ടുകാരൻ കൊണ്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആ പാട്ടിലേക്ക് പോവാം. സത്യം പറയാലോ, ഞായറാഴ്ച സ്ഥിരമായിട്ട് ലൈവുകൾ നടക്കുന്നുണ്ട്. ഞാനടക്കം അതിന് അഡിക്റ്റ് ആണ്. അത് കാരണമാണ് ആളുകളുടെ കുറവ്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈവിലേക്കും ഇനി അഡിക്റ്റഡ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെ കലാകാരന്മാരെയൊക്കെ കൊണ്ടുവരുന്നത്. ഹരിദാസായിട്ട് അപ്പൊ ആളുകൾ കൂടുന്ന ദിവസം ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ചിട്ട് ഇതൊന്ന് ഷെഡ്യൂൾ ചെയ്യാം. ഞാനത് കഴിഞ്ഞ ലൈവിൽ ചോദിച്ചൊരു കാര്യമായിരുന്നു. ഏത് ഡേ ആണ് ലൈവ് വെച്ചാൽ കുറച്ചുകൂടി നമ്മൾക്ക് ആൾക്കാരെ ഉണ്ടാവുക, നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യം വരുന്ന ദിവസം ഏതാണ് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രൈഡേ എന്നുള്ളത് എന്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത് എബ്രോഡുള്ള ആൾക്കാർക്കൊക്കെ അന്നായിരിക്കുമല്ലോ ഓഫ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് കരുതി. അപ്പോ എന്തായാലും നമുക്ക് ഡേ ഒന്ന് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്രോഗ്രാം നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഷീബ എസ്, രണ്ടുപേരും അടിപൊളി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ കുറച്ച് ആളുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സസ്പെൻസ് പൊളിക്കാനുണ്ട്. അപ്പോ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ചേട്ടാ, പാട്ടിന് ഓക്കെ ആകുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ പാട്ട് പാടാം. ഇനിയിപ്പോ നമുക്ക് വരുന്ന ആഘോഷം എന്ന് പറയുന്നത് ഓണമാണ്. അപ്പോ ദാസേട്ടന്റെ ഒരു ഓണപ്പാട്ട് പാടാം. മൂവന്തിക്കാവിന്റെ സിന്ദൂര ചെപ്പുമായി മേഘമരാളങ്ങൾ അണയുമ്പോ, മൂവന്തിക്കാവിന്റെ സിന്ദൂര ചെപ്പുമായി മേഘമരാളങ്ങൾ അണയുമ്പോ, ഉത്രാടം പണ്ടേ പോ ദൂതു പറഞ്ഞതും കാറ്റിന്റെ കൈകളാ, മുല്ലയിരുത്തതും നിന്നെ വധുവായി അണിയിച്ചതും ഇന്നലെ സന്ധ്യയിലായിരുന്നു. ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിൽ ശാരിക പാടിയ നേരം, ഓർമ്മകളിൽ തെളിയുകയായി പൊന്നോ മനതൻ രൂപം, ഓർമ്മകളിൽ തെളിയുകയായി പൊന്നോ മനതൻ രൂപം. ഓക്കെ, അപ്പൊ ഷിബു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് രതീഷിനെ കണ്ടിട്ട് കുറെ നാളായി, സുഖം തന്നെയാണോന്ന്. ഷിബു SP നമ്മുടെ ഇതുപോലെ ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഷിബു ചേട്ടനെ അറിയില്ലേ? ഷിബു ചേട്ടൻ ഒരു കവിയാണ്, അതുപോലെ ഓട്ടോ ഡ്രൈവറാണ്, നമ്മുടെ ചെറുക്കാരൻ. അതെ. അയ്യോ, നമ്മുടെ ചങ്ക്. ഹരിദാസ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം നമുക്ക് വെക്കാം. ഓക്കെ, അപ്പൊ അത് ഏത് പ്രോഗ്രാമാ വെക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ട് എന്തായാലും പോസ്റ്റർ ചെയ്യാം കേട്ടോ. ബാലകൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഹായ് തില്ല അനീഷ് എന്ന് പറഞ്ഞിട്ട്. ഹലോ നമസ്കാരം. എന്റെ ഒപ്പം രതീഷ് ചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. ബാലകൃഷ്ണൻ ചേട്ടാ, നമ്മുടെ നാടൻ പാട്ട് സിംഗിളല്ലേ? അല്ല. ഓക്കെ, ഹരിദാസ് ചേട്ടൻ ഹലോ ഹായ് നമസ്കാരം. ഓക്കെ, ബാലകൃഷ്ണൻ ചേട്ടന് വേണ്ടിയിട്ടാ പറഞ്ഞേക്കുന്നത്. സുനിത ഷിബു ഹായ് തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ നമസ്കാരം. പ്രദീപ് പുരുഷോത്തമൻ ഹായ് നമസ്കാരം. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. അപ്പൊ ചേട്ടാ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുക. ദാസേട്ടന്റെയൊക്കെ പാട്ടുകളാണ് രതീഷ് ചേട്ടൻ കൂടുതലായിട്ടും പാടുന്നത്. അപ്പോ പാട്ടുകൾ ആവശ്യപ്പെട്ടാല് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്താല് പാടിത്തരുന്നതായിരിക്കും. അതിനോടൊപ്പം ഇന്ന് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഒരു ചാരിറ്റി പ്രവർത്തനത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ GPay നമ്പർ ഞാൻ ഈ ഒരു ലൈവിന് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ GPay ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് ഞങ്ങൾ ഒരിക്കലും റിവീൽ ചെയ്യല നിങ്ങൾ എത്ര എമൗണ്ടാ തന്നേന്നുള്ളത്. അല്ല, റിവീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ റിവീൽ ചെയ്യാം. അപ്പോ ആ എമൗണ്ട് പറ്റുന്നവരൊന്ന് ചെയ്യാം, നിർബന്ധിക്കില്ല ഒരിക്കലും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചാരിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈവൻ 1 റുപ്പി ആയിക്കോട്ടെ 10 റുപ്പി ആയിക്കോട്ടെ എത്ര തന്നെ ആണെങ്കിലും ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ MC മുഹമ്മദ് ഷെരീഫ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് നമസ്കാരം.
പ്രദീപേട്ടൻ എനിക്ക് പൂളുമ്പോ പൂളുമ്പോ ചോപ്പുള്ള മാങ്ങ പാടുമോന്ന്. ഞങ്ങൾ ഇന്ന് ഫിലിം സോങ്സ് ആണ് ഇന്ന് മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ ചോദിച്ചതുകൊണ്ട് മണിച്ചേട്ടന്റെ മറ്റേതെങ്കിലും ഒരു പാട്ട് പാടാം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാര്യം ആ ഒരു പാട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര വശമില്ല, അതുകൊണ്ടാണ്. അപ്പൊ പ്രദീപേട്ട ഇഷ്ടമുള്ള മറ്റൊരു പാട്ട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായും പാടിത്തരാം. എന്തായാലും പ്രദീപേട്ടിന് വേണ്ടിയിട്ട് മണിച്ചേട്ടന്റെ ഒരു പാട്ട്. ഓക്കെ, മിന്നാമിനിങ്ങായി പാടാം. അടിച്ചുപൊളി പാട്ടൊക്കെ പാടുന്നതിൽ അറിയാലോ, നമുക്ക് മ്യൂസിക് ഒന്നും ഇല്ലാതെ അടിച്ചുപൊളി വെറുതെ നമ്മൾ ഇവിടെ പാടുന്ന നിങ്ങൾക്കും ബോറായിരിക്കും. അപ്പൊ മണിച്ചേട്ടന്റെ മിന്നാമിനിങ്ങ എന്ന സോങ് പാടാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. ഓക്കെ, അപ്പൊ എന്തായാലും പ്രദീപേട്ടൻ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാബുരാജ് ഏട്ടൻ ഹാപ്പി ആയി എന്ന് പറഞ്ഞിരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പ്രദീപ് ഏട്ടൻ മിന്നാമിനിങ്ങെ മതി ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത് പാടി തന്നിട്ടുണ്ട്. ചേട്ടൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടി കമന്റിലേക്ക് ഒന്ന് പോരട്ടെ വേഗം. അതിനോടൊപ്പം മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഞങ്ങൾക്ക് മറ്റൊരു അനൗൺസ്മെന്റ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഇന്നത്തെ ഒരു നല്ല ദിവസമായിട്ട് ഞങ്ങൾ പറയുകയാണ്. ആ ലൈവ് എന്നായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ളത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രൈഡേ ആക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഫ്രൈഡേ തന്നെ ആക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഫസ്റ്റ് ഷോ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, നാട്ടിലെ പാട്ടുകാർ. സെക്കൻഡ് ഷോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാടാം പറയാം നേടാം എന്നുള്ള ഷോയാണ്. അപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ഷോയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ലൈവായി തന്നെ കിട്ടും എന്നുള്ളൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും കുറെ പേർക്കെങ്കിലൊക്കെ ആ ഒരു പ്ലാൻ എന്തായിരിക്കും, നമ്മുടെ പ്ലാൻ ബി എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ഞങ്ങൾ അത് ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ 4 ലൈവായിരിക്കും ചെയ്യുക. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കുന്ന ആദ്യത്തെ 5 പേർ, ഫാസ്റ്റ് ആയിട്ട് അയക്കുന്ന ആദ്യത്തെ 5 പേരുടെ പേര് ഞങ്ങൾ ഇവിടെ കുറിക്കുന്നുണ്ടാവും. ലൈവിന്റെ അവസാനം ആ 5 പേർ ആരൊക്കെയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു 5 or 6 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ 5 പേരെ വീതമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരാളെ നറുക്കെടുക്കുന്നുണ്ടാവും. അതുപോലെ ഈ 4 ലൈവിൽ നിന്ന് നമ്മൾ ഓരോ വിജയികളെ വീതം നറുക്കെടുത്തിട്ട് ആഴ്ചയിൽ 2 വിജയികൾക്ക് വീതം, മാസത്തിൽ 2 വിജയികൾക്ക് വീതം ഞങ്ങൾ ക്യാഷ് പ്രൈസ് ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് ചെയ്യുക. അത് നിങ്ങളെ ബന്ധപ്പെട്ടതിന് ശേഷം ഗൂഗിൾ പേ വഴി തന്നെ ചെയ്തിട്ട് അതിന്റെ പ്രൂഫും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എമൗണ്ട് എത്രയാണ് എന്നൊക്കെ അറിയാനായിട്ട് അന്നത്തെ ലൈവ് കാണുക. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം 2 സ്പോൺസേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഇന്ന് ഏറ്റവും ഉചിതമായ ദിവസമാണ് പറയാനെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് സ്പോൺസർ എന്ന് പറയുന്നത് രതീഷ് ഏട്ടനും വൈഫും തന്നെയാണ്. അതായത് നമ്മുടെ സ്റ്റാർ വിന്നർ ഗാനമേളയാണ് നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാമിന്റെ സ്പോൺസർ എന്ന് പറയുന്നത്. സോ മന്ത്ലി നമ്മുടെ ഒരു വിന്നർക്കുള്ള ക്യാഷ് പ്രൈസ് ചെയ്യുന്നത് രതീഷ് ഏട്ടനും വൈഫ് പ്രഭല്യ ചേച്ചിയും കൂടെയാണ്. ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിയെ ലൈവിൽ എനിക്കൊന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പുറകെ ഒന്ന് വരാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് ഓടിപ്പൊക്കോളൂ. ദേ ഇതാണ് ആള്, ദേ ഇവിടെ ഉണ്ട്, എന്റെ സ്വന്തം ചേച്ചിയാണ്. ഓക്കെ, അതിനോടൊപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ സ്പോൺസർ, രണ്ടാമത്തെ വിജയിക്കുള്ള ക്യാഷ് പ്രൈസ് നൽകുന്നത് സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സെർവിംഗ് ചാത്തന്നൂർ ആണ് നൽകുന്നത്. അവര് ഹോം നഴ്സ്, അതുപോലെ ഹൗസ് മെയ്ഡ്, ഡെലിവറി, അതുപോലെ തന്നെ അറ്റൻഡർ, ഓഫീസ് സ്റ്റാഫ്, ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡർ, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സെർവിംഗ് എന്നാണ് അവരുടെ ഒരു
സർവീസ് സെന്ററിന്റെ പേര് ചാത്തന്നൂരാണ് റൺ ചെയ്യുന്നത്. അതിന്റെ ഓണേഴ്സ് ആണ് കുറച്ച് മുന്നേ വന്ന 2 പേർ. അതായത് അവരുടെ പേര് ഷീബ, അതുപോലെ തന്നെ സുരാജ്. അവർ 2 പേരുമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അടുത്ത സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാഷ് പ്രൈസ് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ഷോസിനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ അല്ലാണ്ട് തന്നെ അറിയിക്കാം. ഓക്കെ, ഇനി കമന്റുകളിലേക്ക് പോവാം. പ്രദീപ് പുരുഷോത്തമൻ അടിപൊളി 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ അടിപൊളി. ബാബുരാജ് ഏട്ടൻ കുറെ പൂക്കളൊക്കെ തരുന്നുണ്ട്. ഈ പൂക്കളൊക്കെ നമുക്ക് മറ്റേ നന്ദി മാത്രമേ ഉള്ളല്ലേ ചോദിക്കുന്ന പോലെ അവിടുന്ന് റാപ്പ് ചെയ്ത് അയക്കാൻ വല്ല വഴിയുണ്ടോ? പൂമ്പാറ്റ കലാകേരളം ഗ്രൂപ്പുകളുടെ ആശംസകളെന്ന് പ്രദീപ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലൈവ് ഭംഗിയായി നടക്കട്ടെ. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വിളി വന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയാണ്. എന്തായാലും മെസ്സഞ്ചറിൽ വരാമെന്ന് ഹരിദാസ് ഏട്ടൻ. താങ്ക് യു ഏട്ടാ. മുമ്പും ഹരിദാസ് ഏട്ടൻ കിട്ടുന്ന ടൈമിന് ഓടി വരും, കാണും, ഷെയർ ചെയ്യും, ഓടും. അങ്ങനെയാണ്. ആ ജോലിക്കിടയിൽ ഞങ്ങളുടെ ലൈവ് കാണാൻ വരുന്നതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് പ്രദീപ് ഏട്ടൻ പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമേ ഇട്ടിട്ടുണ്ടായിരുന്നു ഏട്ടാ. നോട്ടിഫിക്കേഷൻ വരാഞ്ഞത് എന്താന്ന് എനിക്ക് അറിയില്ല. ലൈവ് നമ്മൾ കറക്റ്റ് 7:30 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. സുരാജ് ഏട്ടൻ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സുരാജ് ഏട്ടാ. അതിനോടൊപ്പം നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി. അതിനോടൊപ്പം ഇവർക്ക് 2 പേർക്കും നന്ദിയുടെ കാശുണ്ടോ അല്ലേ? അങ്ങനെയല്ല, നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല അല്ലേ ചേച്ചി? അതങ്ങനെയാണ്. നമ്മളെല്ലാരും ചേർന്ന് ചെയ്യുന്ന ഒരു ഷോ ആണ്. അതില് പ്രിയപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞങ്ങള് നാട്ടിലെ പാട്ടുകാർ എന്നാണ് ഷോയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് മറ്റ് കലാരംഗങ്ങളിലുള്ളവർക്ക്, അതായത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുണ്ടാവും, അതുപോലെ പാട്ട് പാടുന്നവര്, മിമിക്രി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കലകള്, ചിത്രം വരയ്ക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു മെസ്സഞ്ചറിൽ വന്ന് ജസ്റ്റ് ഒന്ന് നമ്പർ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതുപോലെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ എനിക്കൊരു പാട്ട് വേണം, തില്ലയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് മതിയെന്ന് സുനിത ഷിബു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് പറയാനില്ല. ഒരു കാര്യം ചെയ്യാം, രതീഷ് ഏട്ടൻ ഷീബ ചേച്ചിക്ക് സുനിത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് ദാസേട്ടൻ ആലപിച്ച തരംഗണിയിലെ ഒരു ഗാനം ആലപിക്കാം. അരുമസഖി നിന്നഴകു കണ്ടിൻ ആശ തീർന്നില്ല, തെല്ലും ആശ തീർന്നില്ല. ഒരു വസന്തം മിഴിയിലൊതുക്കി ഒന്നെന്നരികിൽ വരൂ തങ്കം, രാഗലഹരി തരൂ. അരുമസഖി നിന്നഴകു കണ്ടിൻ ആശ തീർന്നില്ല, തെല്ലും ആശ തീർന്നില്ല. ഒരു വസന്തം മിഴിയിലൊതുക്കി ഒന്നെന്നരികിൽ വരൂ തങ്കം, രാഗലഹരി തരൂ. സുനിത ചേച്ചിക്ക് എന്തായാലും പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പ്രദീപ് ഏട്ടൻ സാന്ത്വനം അറിയാം, വീടിന്റെ ഏകദേശം അടുത്താണ് എന്ന് പറയുന്നു. നമ്മുടെ സാന്ത്വനം നഴ്സിംഗ് ഹോം അറിയാം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പോൺസറിനെ അറിയുന്ന ആൾക്കാർ ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസും പ്രൊമോഷൻ വീഡിയോയും ഒക്കെ നമ്മുടെ പേജിൽ വരുന്നതായിരിക്കും. അതിനോടൊപ്പം ക്യാഷ് പ്രൈസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ പേജ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും പോസ്റ്റുകളായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ കാര്യം റിവീൽ ചെയ്യുക. എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു എമൗണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി മാക്സിമം ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ലൈവ് മാക്സിമം കാണുക, ലൈവിനെ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ഫോളോവേഴ്സിനെ കൊണ്ടുവരിക. നമ്മുടെ ഗിഫ്റ്റ് മേടിക്കുന്ന ആള് ഫോളോവർ ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഗിഫ്റ്റ് മേടിക്കാൻ അർഹനായിട്ടുള്ള ആള് ഒരു 5 ഫോളോവേഴ്സിനെങ്കിലും നമ്മുടെ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഫോളോവേഴ്സ് ആക്കിയിരിക്കണം. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക. ഇത്ര മാത്രമേ ക്രൈറ്റീരിയ ആയിട്ട് ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ക്യാഷ് പ്രൈസ് ആണ്. പറയേണ്ടതും ചെയ്യേണ്ടതും ഇത്ര മാത്രം: കേൾക്കുക, ഉത്തരം പറയുക, കൈ നിറയെ മേടിക്കുക, ഓടിപ്പോവുക, അത്രേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് പ്രോഗ്രാം. ഇപ്പൊ ഇനിയുള്ളതെന്ന് പറഞ്ഞാല് കുറച്ച് കമന്റുകളും കൂടെ നമുക്ക് വായിക്കാനുണ്ട്. ബാബുരാജ് ഏട്ടൻ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ടൊക്കെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. സുനിത ഷിബു താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇനിയും പാട്ടുകൾ ആവശ്യപ്പെടാം കേട്ടോ. ബാബുരാജ് ഏട്ടൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്ന ഒരു സ്റ്റിക്കറാണ്. എവിടേക്ക് ഓടുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ബാബുരാജ് ഏട്ടൻ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടിത്തരും. ചേട്ടൻ തമിഴ് ഗാനങ്ങൾ ആലപിക്കും മോ?
ആ ആലപിക്കും. തമിഴ് ഗാനങ്ങളൊക്കെ ആലപിക്കും. അപ്പൊ ഒരു തമിഴ് ഗാനം, ഇത്രയും നേരം നമ്മൾ മലയാളം പാട്ടല്ലേ പാടി, അപ്പൊ ഒരു തമിഴ് പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിക്കൊടുക്കാമോ? പാടാം പാടാം. ഓക്കെ, അപ്പോഴത്തേക്കും ചേട്ടൻ ലിറിക്സ് എടുക്കുന്ന സമയത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്, നമ്മുടെ അടുത്ത ഷോയുടെ പേര് പാടാം പറയാം നേടാം എന്നുള്ളതാണ്. സ്പോൺസർഡ് ബൈ സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സെർവിംഗ് ചാത്തന്നൂർ. അതിനോടൊപ്പം തന്നെ കോ സ്പോൺസർ സ്റ്റാർ വിന്നർ ഗാനമേള പാരിപ്പള്ളി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, അതിനോടൊപ്പം ക്യാഷ് പ്രൈസ് നേടാൻ പോകാം. അതാണ് ഒരു പ്രോഗ്രാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ പാട്ടുകാർ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഞങ്ങൾ പാട്ടുകാരെന്ന് പൊതുവിൽ ഇട്ടതേ ഉള്ളൂ. എത്തരത്തിലുള്ള കലകൾ അവതരിപ്പിക്കുന്ന ആൾക്കാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം, പ്രോഗ്രാം അവതരിപ്പിക്കാം. മെസ്സഞ്ചറിൽ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് ഈ കലാകാരന്മാർക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഉറപ്പായിട്ടും ഇനി മെൻഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ആ ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതിയാവും. അതിനോടൊപ്പം തന്നെ ഈ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്താത്ത ഒരു എമൗണ്ട് ആയിരിക്കും. അതിനോടൊപ്പം ആ ഗിഫ്റ്റ് കിട്ടിയ ആളുടെ മീൻസ് ആർക്കാണ് കിട്ടിയതെന്നും അതിനോടൊപ്പം എന്താണ് കിട്ടിയതെന്നും ഒക്കെ ഉള്ളത് നമ്മൾ പോസ്റ്റ് ആയിട്ട് കാണിക്കുന്നതുമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. ചേട്ടാ, പാട്ടിന് ഓക്കെ ആണോ? ഓക്കെ. வா வா அன்பே அன்பே காதல் நெஞ்சே நெஞ்சே உன் வண்ணம் என் எண்ணம் எல்லாமே என் சொந்தம் இதயம் எழுதும் எனது வசம் வா வா அன்பே அன்பே காதல் நெஞ்சே நெஞ்சே நீரம் கொண்ட கண்ணும் நேசம் கொண்ட நெஞ்சும் காலம் தோறும் என்னை சேரும் கண்மணி பூவில் எங்கும் சூடும் பூவும் பொட்டும் யாவும் மன்னனின் பேரை கூறும் பொன்மணி காலை மாலை ராத்திரி காதல் கொண்ட பூம்பொடி ஆணை போடலாம் அதில் நீயுமாடலாம் காலை மாலை ராத்திரி காதல் கொண்ட பூம்பொடி ஆணை போடலாம் அதில் நீயுமாடலாம் நீ வாழத்தானே வாழ்கின்ற நானே நீ இன்றி ஏது பூவைத்தமானே இதயம் எழுதும் எனது வசம் வா வா அன்பே அன்பே காதல் நெஞ்சே நெஞ்சே. ഓക്കെ, താങ്ക് യു. അതിനോടൊപ്പം കുറെ കമന്റ് വന്നിരുന്നു. ദിനു പി വി കണ്ണൻ ഹായ് എന്ന് പറഞ്ഞിട്ട്, ഹായ് ചേട്ടാ നമസ്കാരം. പഴയ ആളാണ്, എന്റെ പഴയ വ്യൂവർ ആണ് ഇവരൊക്കെ. പ്രദീപ് ഏട്ടൻ സൂപ്പർ 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 കുറെ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. നിഷാഖ് ഏട്ടൻ ഹായ് പറഞ്ഞിട്ട്, ഹായ് ചേട്ടാ നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതം. അടിപൊളി അടിപൊളി എന്ന് പ്രദീപ് ഏട്ടൻ. ഓക്കെ, ചോദ്യം ഇപ്പോൾ പറയാമോന്ന്, അത് കൊള്ളാലോ, അത് നല്ല കളിയാണല്ലോ. ഇപ്പൊ ചോദ്യം പറയില്ല, അന്ന് മാത്രമേ ചോദ്യം പറയുള്ളൂ. അതും നമ്മുടെ മറ്റേ എഫ്എമ്മുകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ കുറച്ച് ബുദ്ധി പ്രയോഗിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുള്ളൂ, അറിയാലോ. അവസാനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂട്ടുന്ന അവസ്ഥ എത്തും എന്തായാലും. ദിനു പി വി കണ്ണൻ വരുന്നുണ്ട് ഞാൻ പാടാനെന്ന്. തീർച്ചയായിട്ടും ഓൾവേസ് വെൽക്കം, എപ്പോഴും വേണേലും പാടാൻ വരാം. ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. ഞാൻ മറ്റൊരു കാര്യം മറന്നുപോയി, കലാകാരന്മാർ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന എന്ത് വർക്കാണ്, മീൻസ് ഇപ്പൊ നിങ്ങൾ മിമിക്രി ആണ് ചെയ്യുന്നതെങ്കിലോ പാട്ടാണെങ്കിലോ അല്ല നിങ്ങൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണ് ചെയ്യുന്നതെങ്കിലോ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് വീഡിയോ ഒന്ന് അയച്ചു തരിക. നിങ്ങളൊരു ഫോട്ടോ കാര്യങ്ങൾ അയക്കുക, കോൺടാക്ട് നമ്പർ ഇത്രയും ഒന്ന് തരണം കേട്ടോ. കാര്യം കുറെ പേര് ഇതിനിടയിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ തമാശ കളിക്കാനായിട്ട് കുറെ പേര് വരും അല്ലെ. തീർച്ചയായിട്ടും എല്ലാ പരിപാടിക്കും ആരെങ്കിലും ഒക്കെ പാരയാവാൻ വരുമല്ലോ. അപ്പം പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈവ് അനൗൺസ് ചെയ്തിട്ട് ടൈമിന് ആളെത്തിയില്ല എന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തും. അപ്പൊ കലാകാരന്മാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. പുറം ലോകം അറിയാത്ത ഒത്തിരി കലാകാരന്മാരുണ്ട്. മൂളിപ്പാട്ട് പാടുന്നവര്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് നന്നായി വായിക്കുന്നവര്, നന്നായി ചിത്രം വരയ്ക്കുന്നവര്, നന്നായി ശബ്ദം അനുകരിക്കുന്നവര് ഒക്കെ ഉണ്ടാവും.
അപ്പൊ അവരെ ഒന്നും പുറം ലോകം അറിയാതെ പോയ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ മാക്സിമം ഈ ഒരു പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടുക. അപ്പോ അടുത്ത കമന്റ് പ്രവീൺ സുധ സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു തംസപ്പ് തന്നിട്ടുണ്ട്. താങ്ക് യു. കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്ന പാട്ട് ഒന്ന് പാടുമോ എന്ന് ബാബുരാജേട്ടൻ. ഒരു തവണ നമ്മൾ പാടിയായിരുന്നു, അപ്പൊ ബാബുരാജേട്ടൻ ഇല്ലായിരുന്നു. ഒരിക്കൽ കൂടി ബാബുരാജേട്ടന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആ പാട്ട് പാടും കേട്ടോ. പിന്നെ നിഷ കേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞു. ബാലകൃഷ്ണൻ ചേട്ടൻ വെൽക്കം ദിനു PV കണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനിത അജയൻ ഹായ് ഹായ് ചേച്ചി നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ബാബുരാജേട്ടന് വേണ്ടിയിട്ട് ആ പാട്ട് ഒരിക്കൽ കൂടി. ലൈവ് കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എല്ലാരും ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ദിനുചേട്ടനെങ്കിൽ പാടുപെടും. അപ്പൊ ചുമ്മാ പറഞ്ഞതാണ്, കണ്ടോ ഞാൻ പറഞ്ഞില്ല. ഇതിനിടയിൽ എല്ലാവരും കളിയാക്കാൻ വരുന്നവരുണ്ട്. ചേട്ടാ ഇത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അവസാനം എന്റെ കച്ചറ സംസാരം വരുമെങ്കിലും ഇത് ഭയങ്കര സീരിയസ് ആവണം എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ ആവില്ല, നിങ്ങൾക്ക് അറിയാം. ഒറ്റയ്ക്കുള്ള ലൈവിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ അലമ്പും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു പാട്ടിലേക്ക് പോവാം. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നിളയും ഇന്ത്യ തന്നക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തന്നൈശ്വര്യ കനികൾ. കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയ നാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഓക്കെ, ബാബുരാജേട്ടൻ എന്തായാലും ആ പാട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പാടുത്തുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രദീപേട്ടൻ ഇജ് കുരുക്ക് ചോദ്യമേ ചോദിക്കൂ എന്ന് അറിയാമെന്ന് ആദ്യമേ അറിയുന്നവർക്ക് അറിയാം. ഷിബു IS ഓക്കെ, ഒരു LS എന്നായിരിക്കും LS എന്നായിരിക്കും. ഒരു തംസപ്പ് തന്നിട്ടുണ്ട്. ചോദ്യം ചോദിക്കുന്ന ലൈവില് നമ്മൾ അടി കൂടേണ്ടി വരുമല്ലോ തില്ലക്കുട്ടിന്ന്. അത് പ്രദീപേട്ടൻ എന്തായാലും അറിയാം, ആദ്യമേ അറിയാം. ബാബുരാജേട്ടൻ ഹാപ്പി ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ദിനു ചേട്ടൻ ഞാൻ ഗാനമേളക്കേ ഉള്ളൂ എന്ന്. ഞങ്ങളെ പോലുള്ള കൊച്ചു കലാകാരുടെ ലൈവിലൊന്നും വരില്ല, താങ്കൾ ഗാനമേളക്കേ പാടൂന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബാലകൃഷ്ണൻ ചേട്ടൻ ഹായ് ഷിബു. ഷിബു ചേട്ടനോട് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ ആവശ്യപ്പെടാം, ഞങ്ങൾ പാടിത്തരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഈ ഒരു ഷോ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ക്യാഷുകൾ ഗൂഗിൾ പേ ആയിട്ട് ഒന്ന് ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൈകളിലേക്ക് എത്തും. അവർക്കൊരു ചികിത്സാ സഹായമാകും. ഒരു ചെറിയ സഹായമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 1 രൂപയാണെങ്കിൽ 1 രൂപ. ഒരിക്കൽ കൂടി ആ നമ്പർ നമ്മൾ അയക്കുന്നതാണ്. ഓക്കെ, 94 47 89 0378 എന്ന് പറയുന്ന നമ്പറിലാണ് അയക്കേണ്ടത്. നിങ്ങൾ അയക്കുന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അതിന്റെ പ്രൂഫ് ഇടുന്നത് തന്നെ ആയിരിക്കും, അല്ലാതെ ഇത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ആ ഒരു കുട്ടിക്ക് അതൊരു സഹായമാകുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വളരെ വലിയ സഹായം. നമ്മൾ എത്രയോ രൂപ അല്ലേ വെറുതെ നമ്മള് ഫുഡ് കഴിച്ചും അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന എന്തോരം പൈസ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊരു 10 രൂപയെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കിഷോർ KC ലൈവ് എന്ന് പറഞ്ഞത് ലൈവാണ് ഏട്ടാ നടക്കുന്ന ലൈവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇപ്പോഴാണ് നമ്മുടെ ലൈവിലേക്ക് കുറച്ച് ആൾക്കാർ അധികം കയറി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ടൈം ഇപ്പോഴാണ് എല്ലാവരും ഒക്കെ ഒന്ന് ജോലികളൊക്കെ ഒതുക്കി ഇരുന്ന് തുടങ്ങി. നമുക്ക് ഒരു അരമണിക്കൂറും കൂടെ പോവാലോ ചേട്ടാ, കുഴപ്പമില്ലല്ലോ.
ബാബുരാജ് ചേട്ടൻ ഞങ്ങൾ 8:30 വരെ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുറച്ചും കൂടി ടൈം നീട്ടാമെന്ന് വിചാരിക്കുന്നു. ദിനു ചേട്ടൻ പാടുമ്പോൾ നാട്ടുകാരൊക്കെ കേൾക്കണം എന്ന്. ഇത് ഞങ്ങള് മാത്രമേ കേൾക്കൂ ചേട്ടാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് നാട്ടുകാരും കാണാത്ത പ്രോഗ്രാം ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. മാർക്കോസ് ചേട്ടന്റെ പാട്ട് പാടൂ ബ്രോന്ന് ബാലകൃഷ്ണൻ ചേട്ടൻ ചോദിക്കുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു പാട്ട് ഇസ്രായേലിൻ നാഥനായി വാഴും സുരാജ് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ബാബുരാജൻ ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബു ചേട്ടൻ ദിനു ചേട്ടനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനെ എല്ലാം ഒന്ന് അടിച്ചൊന്ന് മെൻഷൻ ചെയ്താൽ കുറെ ആൾക്കാർ കൂടെ കയറും. പിന്നെ ക്യാഷ് പ്രൈസ് ഉള്ള ഷോയുടെ കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരാം. അപ്പോഴത്തേക്കും ചേട്ടൻ പാട്ട് ഓക്കെ അല്ലേ? ഓക്കെ, മാർക്കോസ് ചേട്ടന്റെ പാട്ടല്ലേ പാടുന്നേ? അതെ, മാർക്കോസ് ചേട്ടൻ ആലപിച്ച ക്രിസ്തീയ ഗാനമാണ്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർദ്ധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഓക്കെ, അതുപോലെ പ്രദീപ് ഏട്ടൻ പറഞ്ഞു എനിക്ക് ഒരു പാട്ട് കൂടി വേണം, ദേവദാരു പൂത്തു എൻ മനസ്സിൽ, പാടുമോ? ഓക്കെ, ലിറിക്സ് എടുത്തോട്ടെ കേട്ടോ. അപ്പൊ അതുവരെ നമുക്ക് കമന്റുകൾ വായിക്കാം. ഓക്കെ, ദിനു ചേട്ടൻ ഇവിടെ നല്ല അടി കിട്ടും, അവിടെ നിന്ന് കൂടി വേണോ എന്ന് ചോദിക്കണം. ഇവിടെ ആരും അടിക്കില്ല ചേട്ടാ, സന്തോഷത്തോടു കൂടി വരാം, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാൻ പാടാൻ. ഓക്കെ, എന്തായാലും ഞാനേ പാടുന്നത് പൊട്ടപ്പാട്ടുകളാണ്, അപ്പൊ പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് പാടാം. പ്രദീപ് ഏട്ടനൊക്കെ ഹൈലൈറ്റ് അടിച്ച് സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി സന്തോഷം കേട്ടോ. സുരാജ് ഏട്ടൻ 8 മണി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫ്രീ ആകും. ഓക്കെ ചേട്ടാ, രതീഷ് ഏട്ടനൊക്കെ ആകുമ്പോ 8 മണിക്കൊക്കെ വരാൻ പറഞ്ഞാലും 12 മണിക്ക് വരാൻ പറഞ്ഞാലും ചേച്ചിയും ചേട്ടനും ഓടി വരും, അത് ഓക്കെയാണ്. പക്ഷെ നമ്മള് മേ ബി ഗേൾസ് ഒക്കെയാണ് വരുന്നതെങ്കിലോ ഒത്തിരി ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ 8 മണി അവർക്ക് ഓക്കെ ആകുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും ഞാനത് ശ്രമിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, സുരാജ് ഏട്ടൻ അടിപൊളി എന്ന് പറയുന്നുണ്ട്. 8 കഴിഞ്ഞാൽ ഇവിടെ. ഓക്കെ, തില്ലാനീഷ് ഒരു ഡ്രാമ സോങ് പാടാമോന്ന്, നാടകഗാനം. ഒരു നാടകഗാനം എനിക്ക് ചേട്ടന് നാടകഗാനങ്ങൾ അറിയുമോ? ഒരു ഫ്ലവേഴ്സിന് ഒരു ആരോ റൂട്ട് വാങ്ങി തരാമോന്ന് ദിനു ചേട്ടൻ. ഇത് ഫ്ലവേഴ്സ് എന്നാണ് എഴുതിയേക്കുന്നത്, ഞാനപ്പോ അങ്ങനെ വായിക്കുള്ളൂ. ശിവചേട്ടൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഒരു ഡ്രാമ സോങ്. ലൈവ് 8 മണിക്ക് വന്നാൽ ഒരുപാട് പേര് ലൈവിൽ വരും തില്ലാനീഷ്. ഓക്കെ ചേട്ടാ, ലൈവ് 8 മണിക്ക് ശേഷം ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെ തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? സൺഡേ ഒരു 8 മണി തൊട്ട് 9-9:30 വരെ, അതുപോലെ ഫ്രൈഡേയും 8 മണി തൊട്ട് ഒരു 9 മണി വരെ. നമ്മുടെ ക്വസ്റ്റ്യൻ എയർ പ്രോഗ്രാം നമുക്ക് ഫ്രൈഡേ ചെയ്യാം, അതൊരു 8 to 9 ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് സൺഡേ ആവുമ്പോൾ ഈ പാടാൻ വരുന്നവരും അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വരുന്നവരും അന്നായിരിക്കും ചിലപ്പോൾ അവർക്കും ഓഫ് ഉണ്ടാവുക, അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, അപ്പോ ചേട്ടാ നാടകഗാനം പറ്റുമോ? ചേട്ടാ നാടകഗാനം ഏതെങ്കിലും ഒന്ന് ലിറിക്സ് എടുത്തോട്ടെ. ഓക്കെ, ദേവതാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവതാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാ തെളിമാനം
പൂത്ത നിശീതിനിയിൽ ദേവതാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഓക്കെ, എന്തായാലും അത് നമ്മുടെ പുരുഷോത്തമൻ അല്ലേ, പ്രദീപ് പുരുഷോത്തമൻ ചേട്ടനാണ് ചോദിച്ചത് തോന്നുന്നു. ചേട്ടൻ, അതെ, പ്രദീപ് ഏട്ടനാണ് ചോദിച്ചത്. ചേട്ടൻ എന്തായാലും ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. എന്റെ അമ്മയ്ക്കും ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ മൂളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ലൈവ് 8 മണിക്ക്. ഓക്കെ, 8 മണിക്ക് ആക്കാൻ ചേട്ടാ. നാടക ഗാനം ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ. ഏതെങ്കിലും ഒരു നാടക ഗാനം ഉറപ്പായും ബാലകൃഷ്ണൻ ചേട്ടാ ഒരു നാടക ഗാനം ചേട്ടന് വേണ്ടിയിട്ട് പാടുന്നതായിരിക്കും. ഓക്കെ, ഷിബു ചേട്ടനാണ് ചോദിച്ചത്. പ്രദീപ് ഏട്ടൻ കുറെ പേരെ മെൻഷൻ ചെയ്യുന്നതുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഇത് ഇത്രയും കാണാതെ പഠിച്ച് പറയാൻ പറ്റത്തുന്ന ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് കൂടെ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്നില്ല, നേരെ വെച്ച് പറയാം. ഇപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് രതീഷ് ഏട്ടനാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ പാട്ടുകാർ എന്ന് പറയുന്ന ഷോ ആണ് വിത്ത് ആർജെ തില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ തില്ലയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റി പാരിപ്പള്ളി അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അതിൽ അനിൽകുമാർ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. പേഷ്യന്റ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അനിലയുടെ സ്വദേശം അഞ്ചലാണ്. 25 വയസ്സാണ് കുട്ടിക്കുള്ളത്. അതിനോടൊപ്പം അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോ ബോൺ മാരോ ക്യാൻസർ ബാധിച്ചിട്ട് റെസ്റ്റിലാണ്, അതുപോലെ തന്നെ ചികിത്സയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഒക്കെ കൂലിപ്പണിയാണ്. അവര് നിർധനരായിട്ടുള്ള കുടുംബത്തിൽ നിന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ക്യാൻസർ അല്ലെങ്കിൽ അതുപോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഉള്ള ചികിത്സാ ചെലവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. സാധാരണക്കാരായ നമ്മളെ പോലുള്ളവരെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിൽ അധികമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഗൂഗിൾ പേ വഴി നൽകുകയാണെങ്കിൽ ഞങ്ങൾ ആ ക്യാഷ് ഇതിന്റെ പ്രൊപ്രൈറ്റർ രതീഷ് ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയും തന്നെയാണ്. അപ്പോൾ 2 പേർക്കും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അത് ആ കുട്ടിയുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള കാര്യം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ക്യാഷ് എത്രയാണ് ഇട്ടത് ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യില്ല. മേ ബി നിങ്ങൾ 1 രൂപയായിരിക്കും അയക്കുന്നത്, പക്ഷെ അത് ഞങ്ങൾക്ക് വലുത് തന്നെ ആയിരിക്കും. അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കുക. നമ്പർ 94 47 89 0378. ചേട്ടാ ഇപ്പോ അനീഷ് വിജയ സൗണ്ട്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു നമ്പർ വരും. ചേട്ടായുടെ നമ്പറാണ് കൊടുക്കുന്നത്. എന്റെ നമ്പർ കൊടുക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ചേട്ടായുടെ നമ്പർ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ പ്രദീപേട്ടൻ കുറെ പേരെ മെൻഷൻ ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ചേട്ടാ നമ്മുടെ പ്രീതയ്ക്കും കണ്ണനും വേണ്ടി രാജഹംസമേ പാടാമോ? ഓക്കെ, രതീഷ് ചേട്ടനോടാണ് ചോദ്യം. സുരാജ് ചേട്ടനാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാടാം. അപ്പോ രാജഹംസമേ എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രതീഷ് ചേട്ടൻ അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പ്രീത ചേച്ചിക്കും കണ്ണൻ ചേട്ടന് വേണ്ടിയിട്ട്, പ്രീതയ്ക്കും കണ്ണനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഏത് പാട്ടാ പാടുന്നേ? തലയ്ക്കുമിതേ നീലാകാശം എന്നൊരു നാടകം, പഴയ KPC നാടകഗാനം. ഓക്കെ, ശിബുചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പ്രീത ചേച്ചിക്ക് വേണ്ടിയിട്ട് പാടാം. തലയ്ക്കുമീതെ നീലാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ തലയ്ക്കുമീതെ നീലാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ. അപ്പൊ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രീത ചേച്ചിക്കും കണ്ണൻ ചേട്ടനും വേണ്ടി രാജഹംസമയാണ്. ഓക്കെ, അപ്പൊ ലിറിക്സ് എടുക്കുന്നവരെ നമുക്ക് കമന്റ് ഒന്ന് വായിക്കാം. അന്തുണ്ടി ചേട്ടാ വന്നിട്ടുണ്ട് ഒരു വലിയ തംസപ്പ് ഒക്കെ ആയിട്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഷിബു ചേട്ടൻ ചോദിക്കുന്നു കോപ്പി സോങ് അല്ലേ അതെന്ന്. രാജഹംസമേ എന്താ എനിക്ക് മനസ്സിലായില്ല. ഷിബു ചേട്ടാ. റിനി ചേച്ചി വന്നിട്ടുണ്ട്. ഹലോ ഗൈസ് നോട്ട്. റിനി ചേച്ചി സ്വാഗതം, ലൈവിലേക്ക് സ്വാഗതം. രാജഹംസം കോപ്പിയാണ് എന്ന് പറയുന്നു. അതെന്താണ് അങ്ങനെ പറയുന്നേ? എനിക്കത് അറിയില്ല കേട്ടോ.
പിന്നെ രതീഷ്, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് എന്ന പാട്ടൊന്ന് പാടാമോ? സുഖമാണോ തില്ലാന്ന് അന്തുണ്ട് ചേട്ടാ. ചേട്ടാ സുഖമായിരിക്കുന്നു. രാജഹംസമേ നമ്പർ 1 കോപ്പി സോങ് ആണെന്ന്. ചേട്ടാ ഏത് പാട്ടിന്റെ കോപ്പി ആണെന്നും കൂടെ ഒന്ന് പറയാമോ? ഇത് ആരുടെ ലൈവാണ് ചേട്ടാ? ബാലേട്ടനാണ് എന്നെ വിളിച്ചത്. ചേച്ചി ഇത് എന്റെ ലൈവാണ്. ഞാൻ പണ്ട് ഡിലൈറ്റ് FM വർക്ക് ചെയ്തിരുന്ന ആണ് RJ തില്ല. ഇത് എന്റെ സ്വന്തം പേജാണ്, തില്ല അനീഷ് എന്ന് പറയുന്ന പേജ്. അപ്പൊ ഇതിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പാട്ടുകാരുണ്ടാവും, കലാകാരന്മാരുണ്ടാവും, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ പ്രോഗ്രാം, അതിന് ക്യാഷ് പ്രൈസ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ഷോസ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. സോ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ പാട്ട് ചോദിച്ചത് നമ്മുടെ സുരാജ് ചേട്ടനാണ്. പ്രീത ചേച്ചിക്കും കണ്ണൻ ചേട്ടന് വേണ്ടി രാജഹംസമേ. ഓക്കെ, ആ ഒരു പാട്ടിലേക്ക് ഇപ്പോ രാജഹംസമേ മഴവിൽ കൂടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എന്റെ സ്നേഹ ഗായകൻ? ഓ രാജഹംസമേ. തെറ്റുണ്ടാവും, ഞങ്ങൾ പാടിയിട്ടില്ല ഈ പാട്ട്. തെറ്റ് അവർക്ക് വേണ്ടിയിട്ട് അവര് കോപ്പി എന്ന് പറഞ്ഞത് രാജഹംസമേ കോപ്പി റൈറ്റ് സോങ് ആണ്, ആർക്കും പാടാൻ അവകാശം ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങള് കരോക്കെ ആയിട്ടൊന്നും അല്ല പാടുന്നേ, അപ്പൊ കോപ്പിറൈറ്റ് അടിക്കില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് ഷിബുചേട്ടൻ, നമ്മുടെ ഓക്കെ ചെറുക്കാരം ഷിബുചേട്ടനാണ് ചോദിച്ചത്. പിന്നെ കുറച്ച് കമന്റും കൂടെ വായിച്ചോട്ടെ കേട്ടോ. രാജഹംസമേ കോപ്പിറൈറ്റ് ആണെന്ന് എല്ലാരും പറഞ്ഞു, കേൾക്കാണ്ട് നമ്മൾ പാടി. ഓക്കെ, ഷിബു ചേട്ടാ ഇത് ആരുടെ ലൈവാണ് ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു അല്ലേ. ഓക്കെ, ഒത്തിരി പേര് നമ്മുടെ ദിനുചേട്ടൻ, ആരോമലേട്ടൻ ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. ആരോമലേട്ടൻ ദീനദയാലോ രാമ ജയ സോങ് ചോദിച്ചിട്ടുണ്ട്. ദിനുചേട്ടൻ ഷാരി എസിനെ വിളിക്കുന്നു, കോപ്പിറൈറ്റ് സോങ് ആണെന്ന് പ്രദീപേട്ടൻ എല്ലാരും പറഞ്ഞു, ഞാൻ കേട്ടില്ല. അന്തുണി ചേട്ടൻ തംസപ്പ് വന്നിട്ടുണ്ട്. ആദ്യം സ്ട്രീറ്റ് ലൈറ്റ് മീഡിയയിലായിരുന്നു തില്ല അനീഷ്. അല്ലല്ലോ. അനുപമമായ ആലാപനം, നല്ല ഫീൽ, റിനി ചേച്ചി പറയുന്നു. ഓക്കെ, സന്തോഷ് പേജ് എന്ന് പറയുന്നു. ഓക്കെ, അല്ല ഞാൻ സ്ട്രീറ്റ് ലൈറ്റ് മീഡിയയിലായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നത് റേഡിയോ ക്ലാസിക്, അതുപോലെ ഡിലൈറ്റ് FM, ഈ 2 FM-കളിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. മറ്റൊരു FM-കളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോ ഡിലൈറ്റ് FM എന്ന് ഇപ്പോഴും എനിക്കറിയാം ആൻസർ ചേച്ചി വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ അതിലും വരും കേട്ടോ. തലയ്ക്കുമീതെ ശൂന്യാകാശം എന്നല്ലേ മോളെ എന്ന് എന്നോട് ചോദിക്കുന്നു മോനിഷ ചേച്ചി. അങ്ങനെയാണോ? എന്താണേലും ഒരു ആകാശം നമ്മൾ പാടി. എന്തായാലും നമ്മൾ പാടിപ്പോയി ചേച്ചി. നമ്മള് ലൈവായിട്ട് ചെയ്യുന്നതല്ലേ അല്ലേ, പെട്ടെന്ന് ചെയ്യുന്നതാകുമ്പോ ചിലപ്പോ കറക്റ്റ് ചെയ്തല്ലോ, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, 3 പേരെ വിളിച്ചിട്ടുണ്ട് വന്നാൽ വന്നു എന്ന്. എന്ത് പിള്ളേരാണല്ലേ പറഞ്ഞ കേൾക്കാത്ത. മൂവന്തി താഴ്വരയിൽ റിനി ചേച്ചി ചോദിച്ചു, നമസ്കാരം 2 പേർക്കും, ഞാനും അങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന് ഷാഹുൽ ഹമീദ്. തീർച്ചയായിട്ടും സ്വാഗതം ചേട്ടാ, സ്വാഗതം. മൂവന്തി താഴ്വരയിൽ കേളി വിപിനം, ഞാൻ വിളിച്ചവർ ഹായ് ഇടണം, ദിനുചേട്ടൻ ഇവിടെ വന്ന് ഹാജരാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പി സോങ് കിരീടം സോങ്ങില് മൂവന്തി താഴ്വരയിലും കോപ്പിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും കരോക്കെ ഇട്ടല്ല പാടുന്നത് കേട്ടോ. അത് കരോക്കെ ഇട്ടാ കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ്. കരോക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഏത് കരോക്കെ ഇട്ട് FB-യിൽ പാടിയാലും മോണിറ്റൈസ് ആയ അക്കൗണ്ട് ആണെങ്കിൽ അത് കോപ്പിറൈറ്റ് അടിച്ച് ബ്ലോക്ക് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ ആദ്യം ചോദിച്ച പാട്ട് മഞ്ഞക്കിളിയുടെ, എല്ലാം നമുക്ക് 2-3 വരി വെച്ച് പാടിപ്പോവും, കുറെ പാട്ടുകളായി ചോദിച്ചത്. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഷിബു ചേട്ടൻ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തുണ്ടേ. തേരിയഞ്ചും തേലിയുന്ന മെഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ.
വലം കയ്യിൽ കുസൃതിക്കു വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തുണ്ടേ. ഓ അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് മൂവന്തി താഴ്വരയിലാണ്. അത് ചോദിച്ചിരിക്കുന്നത് റിനി ചേച്ചിയാണ്. റിനി ചേച്ചി നമ്മുടെ പേജിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനോട് കൂടി മൂവന്തി താഴ്വരയിൽ എന്ന പാട്ട്. ഓക്കെ, ഓക്കെ. ലിറിക്സ് എടുക്കുന്ന ടൈമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കമന്റുകളിലേക്കൊക്കെ പോവാം. ദിനു PV കണ നേരത്തെ പറയണം പശുവിനെ മുറുക്കി കെട്ടാനാണ്. ദിനു ചേട്ടൻ പാടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ സുരേഖ ചേച്ചി പറഞ്ഞതാണ് ദിനുചേട്ടനോട്, നേരത്തെ പറയണം പശുവിനെ മുറുക്കി കെട്ടാനാണ്, ഇല്ലെങ്കിൽ പശു ഓടിക്കളയുന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല മതിപ്പുണ്ട്. ഇക്ക നല്ല പാട്ടുണ്ടോ, ബാലേട്ടന എന്നെ വിളിച്ചത്, അതാ ഞാൻ ഇക്കയെ വിളിച്ചത് എന്ന് പറയുന്നു. ഓക്കെ. സ്മൈൽ FM 96.9 കൂടെ ഉണ്ടായിരുന്നു, മെമ്പറാണ് റിനിക്കുട്ടി എന്ന് പറയുന്നു. കളിപ്പാട്ടത്തിലെ സോങ് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആരാ കമന്റ്? സുരേഖ ഉണ്ണി നമ്മുടെ ആളാണ്, സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട് ദിനുചേട്ടനോട്. അതുപോലെ ഷിബു ട്രാക്ക് ഇല്ലാതെ പാടിയാൽ കോപ്പി ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു റിനി ചേച്ചി. അതെ, എന്നാൽ ഞാനും ഒരു പാട്ട് ചോദിക്കും. ഷാഹുലേട്ട ധൈര്യമായിട്ട് ചോദിച്ചോ. നിജീഷ് കുക്കു തില്ല ഞാനും കൂടി വരട്ടെ. ഞാൻ കഴിഞ്ഞ ലൈവിലെ വിളിച്ചൊരു കാര്യമാണ് ചേട്ടാ വരാൻ. അപ്പൊ അടുത്ത ലൈവ് നിജീഷ് ചേട്ടന്റെ ആവട്ടെ. ഓക്കെ, എന്തായാലും ഒന്ന് ഞാൻ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്നാ പറ്റുന്നെന്ന് വെച്ചാൽ നമുക്ക് ലൈവ് പോവാം. ഹായ് തില്ല, പ്ലീസ് സിംഗ് സോങ് കല്യാണത്തേന്നില. ഓക്കെ, ആദ്യം നമുക്ക് മറ്റേ പാട്ട് പാടിയിട്ട് ഈ ഒരു പാട്ടിലേക്ക്. ഓക്കെ, ബാക്കി കമന്റുകൾ പാട്ടിന് ശേഷം വായിക്കാം. ഇരുളുമീ കാന്തരാവിൽ തിരിയിടും വാർത്തിങ്കളാക്കാം. മനസ്സിലെ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന പൊൻവീണയാക്കാം. ഒരു മൂളം തണ്ടാ നിൻ ചുണ്ടത്തെ നോവുന്ന പാട്ടിന്റെ ഈണങ്ങൾ ഞാനേറ്റുവാങ്ങ. ഒരു കോളിർ താരാട്ടായി നീ വാർക്കും കണ്ണീരിൻ കാണാപ്പൂ മുത്തെല്ലാം എന്നുള്ളിൽ കോർക്കാം. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൻസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. ആരാരിരം ഇപ്പൊ ശ്യാംകുമാർ ഏട്ടൻ കല്യാണത്തേന്നില്ല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ലിറിക്സ് എടുക്കുന്ന സമയത്തേക്ക് ഞാൻ കമന്റ് വായിക്കാം. റിനി ചേച്ചി പറയണ ചോദിക്കുക ഞാനില്ലേ ഇവിടെ എന്ന്. അപ്പൊ പുതുതായിട്ട് വന്ന എല്ലാവരും ദയവായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി എല്ലാ ഞായറാഴ്ചയും ഫ്രൈഡേയും വെള്ളിയാഴ്ചയും നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും. അതില് വെള്ളിയാഴ്ച ക്വസ്റ്റ്യനെയർ പ്രോഗ്രാം ആണ്. അതിന്റെ ഡീറ്റെയിൽസ്, ക്യാഷ് പ്രൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ ലൈവിന്റെ അവസാനത്തിന് മുന്നേ പറയുന്നതാണ്. ഒരിക്കൽ കൂടി റിനിയാണ് എന്നെയും വിളിച്ചെന്ന ഷാഹുലേട്ടൻ. അപ്പൊ ഷാഹുലേട്ട ദയവായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു. എന്റെ വാവച്ചിക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ടാണെന്ന് ഷിബുചേട്ടൻ പറയുന്നു. മൂവന്തി താഴ്വരയില് ഹായ് വാവച്ചി. റിനി ചേച്ചിയോട് പ്രദീപേട്ടൻ കരോക്കെ ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഓക്കെ ഓക്കെ. ലളിത സുന്ദരമായ ആലാപനം സത്യമെന്ന് റിനി ചേച്ചി പറയുന്നു. ഓക്കെ, എന്താണ് തിരിച്ച് മറുപടി പറയാനുള്ളത്? എന്താണ് മറുപടി പറയാ? ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് സിംഗേഴ്സിന് ഇങ്ങനെയുള്ളൊരു നേരിട്ട് നമ്മളോടുള്ള ഒരു അഭിപ്രായം പറയാ, കൊള്ളാം, നല്ലത് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതലും പ്രചോദനം, സന്തോഷം തോന്നുന്നത് ഈ ഒരു വാക്കിലൂടെയാണ്. ഓക്കെ, ദിനുചേട്ടാ ഞാൻ വിളിച്ചിട്ട് എനിക്കിട്ട് തന്നെ ട്രോളെന്ന്. ചേട്ടാ ഇതൊക്കെയാണ് ഒരു സൗഹൃദ ബന്ധത്തിന്റെ ഏറ്റവും വലുതെന്ന് പറയുന്ന ഒരു തമാശയൊക്കെ. എം തുമ്പി തുമ്പി ഒരു ഹിന്ദി സോങ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്.
പാട്ട് പാടുന്ന മാഷിന്റെ പേരെന്നതാ? പാട്ട് പാടുന്ന മാഷ് രതീഷ് ചേട്ടൻ, രതീഷ് കലാഹൃദയം, കൊടുവടന്നൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ള കലാകാരനാണ്. സ്റ്റാർ വിന്നർ എന്ന് പറയുന്ന ഗാനമേളയിലെ മെയിൻ സിംഗർ ആണ്. അതിന്റെ എല്ലാമാണ്. അതിനോടൊപ്പം തന്നെ കലാഹൃദയം ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തുന്നുണ്ട്. അതിൽ ഇന്ന് ഞങ്ങളുടെ ഷോ ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അനിൽകുമാർ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിലൊരു ഗൂഗിൾ പേ നമ്പർ ഞങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നൽകി ഞങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാം. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നതും ഇല്ല. ഓക്കെ, പാട്ട് ഓക്കെ, കരോക്കെ ഇല്ലാതെ പാടൂ എന്ന്. കരോക്കെ ഇല്ലാതെയാണ് പാടുന്നത്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പ്രദീപേട്ട ഓടിപ്പോയി. എവിടെ പോയി എന്നറിയില്ല. കളിപ്പാട്ടമായി കൺമണി ഇല്ല പാടാൻ പറയുമോ എന്ന് നിജീഷ് ചേട്ടൻ ചോദിക്കുന്നു. അപ്പൊ ഈ പാട്ടിന് ശേഷം അല്ലെ? അപ്പൊ കല്യാണ തെന്നിലല്ലേ ഇപ്പൊ? ഓക്കെ, അതിലേക്ക് ഇപ്പോ തെൻപാണ്ടിക്കൂടലാം തേവാരപ്പാടലാം തീരാത ഊടലാം തേൻ സിന്ധു കൂടലാം എന്നൻപു കാതലാ എന്നാലും കൂടലാം പേരിമ്പം മെയിലാ നീ തീണ്ടും കൈയിലാ പാർപ്പോമയാവലാ വാവാനില കല്യാണ തേന്നില കാച്ചാത പാൽനില നീ താനെ വാനില എന്നോടു വാനില തീയാത വെണ്ണില உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா கல்யாண தேனிலா കാഴ്ചാത പാൽനില. ഓക്കെ, അപ്പൊ നിജീഷ് ചേട്ടൻ ചോദിച്ച കളിപ്പാട്ടമായി കൺമണി. അപ്പൊ ചേട്ടൻ ലിറിക്സ് എടുക്കുമ്പോൾ കുറെ കമന്റ് തോന്നും, നമുക്ക് വായിച്ചു നോക്കാം. റിനി ചേച്ചി ലവ് തരുന്നുണ്ട്. സുധ ആർ സൂപ്പർ എന്ന് പറഞ്ഞു, താങ്ക് യു. റിനി ചേച്ചി തന്നെ കുറെ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശുഭരാത്രി എന്ന് പറഞ്ഞു ശിബുചേട്ടൻ ഓടിപ്പോയി. എവിടേക്കാ ഓടിപ്പോയി എന്നറിയില്ല. ശിബുചേട്ടനോട് ഗുഡ് നൈറ്റ് ബ്രോ എന്ന് പ്രദീപേട്ടൻ. നാടൻ പാട്ട് ആടിപ്പൂമുടി ആടും കാവിൽ ശ്രമിക്കാം. ഓക്കെ, ഉസ്താദ് മൂവിയിലെ ഒരു സോങ് പാടൂ, എന്റെ റിനിക്കുട്ടിക്ക് വേണ്ടിയാണെന്ന് ബാലകൃഷ്ണൻ ചേട്ടൻ. ഇപ്പൊ പാട്ടുകൾ പറയണ ചേട്ടൻ ഒന്ന് ഓർത്തു വെച്ചാൽ. കമന്റുകൾക്ക് നല്ല പരിഗണന നൽകുന്നുണ്ട്. ആശംസകൾ. ഷാഹുൽ ഹമീദ്, താങ്ക് യു സോ മച്ച് ചേട്ടാ. അന്തുണ്ണി ചേട്ടൻ ശിബുചേട്ടന്റെ ഹായ് പറയുന്നു. ഗൂസ് ബംസ് നിറഞ്ഞ സ്നേഹം പാട്ടുപാടി തന്നതിന് നല്ല ഫീൽ ആയിരുന്നു എന്ന് റിനി ചേച്ചി. പശു ഒന്നും ഓടില്ല, സ്മേളിൽ കയറി ദിനു എന്ന് അടിച്ചു നോക്കുന്ന് ദിനു ചേട്ടൻ പറയുന്നു. ആഹാ, അപ്പൊ നോക്കേണ്ടിയിരിക്കുന്നു. റിനി അതെ എന്ന് പറയുന്നു. ശിബുചേട്ടൻ അന്തുണ്ണി ചേട്ടൻ ഒരു ഹായ് പറയുന്നുണ്ട്. ദിനു ചേട്ടൻ എന്തെന്ന് കാതണയും കാൽച്ചിലമ്പേ. ഓക്കെ, റിനി ചേച്ചി കുറെ സ്റ്റിക്കേഴ്സ് അയച്ചിട്ടുണ്ട്. തില്ല ആടാട് പാടുമോന്ന് സുരാജേട്ടൻ പാടിത്തരാലോ. ദിനു പിരി ഞാൻ പാടട്ടെ ചേട്ടാ, ഇങ്ങോട്ടേക്ക് സ്വാഗതം. ഞങ്ങള് ഹൃദയപൂർവ്വം സ്വാഗതം. തന്നാരം പാടുന്ന പാട്ടിലെ നാടൻ പാട്ട്. കൊല്ലം ഷാഫിയുടെ ഒരു പ്രണയഗാനം പാടുമോ? അത് ചോദിച്ചിരിക്കുന്നത് ഷാഹുലേട്ടനാണ്. അന്തുണ്ണി ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിനു ചേട്ടൻ സുന്ദരിയെ സുന്ദരിയെ സ്നേഹം ബാലേട്ടാന്ന് റിനി ചേച്ചി. താരക പെണ്ണാളെ സൂപ്പർ സോങ് കല്യാണ തേന്നില എന്ന് ശിബുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, തമിഴ് പാട്ട് അടിപൊളി, ഒന്ന് കണ്ണടച്ചിരുന്നു പോയിന്ന് ഷാഹുലേട്ടൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പാട്ട് ഏതായിരുന്നു ആവശ്യപ്പെട്ടത്? കളിപ്പാട്ടമായി. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ടിലേക്ക് പോവാം. അത് ചോദിച്ചത് നമ്മുടെ നിജീഷ് ചേട്ടനാണ്. ഓക്കെ, നിജീഷ് ചേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാം ജലശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ. ദേവി
കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. ഉസ്താദ് മൂവിയിലെ ഒരു പാട്ട് ചോദിച്ചു, അത് വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുള്ള പാട്ടായിരിക്കും. ഓക്കെ. അപ്പൊ ചേട്ടൻ ലിറിക്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്കെങ്കിൽ ആരോ ഇതിനിടയിൽ കുറെ നാടൻ പാട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടിക്കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ പിണങ്ങിയാലോ എന്ന് കരുതിയിട്ട് ആടാട് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരോ ഒരാള്. എനിക്ക് തോന്നുന്നു നമ്മുടെ സുരാജ് ചേട്ടനാണ് ചോദിച്ചെന്ന് തോന്നുന്നു. ആ ഒരു പാട്ട് പാടാം. കരിയൊത്തൊരുമയഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരൻ ചാർത്തനട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോടന്നു വെക്കുമ്പോഴേ താളം പിടിക്കണട്ടാ അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. എത്രത്തോളം ശരിയൊന്നും ആയിട്ടില്ല, എങ്കിൽ പോലും ഞാനൊരു ശ്രമിച്ചതാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കമന്റും കൂടെ പോയി തോന്നുന്നു, അതുകൂടെ വായിക്കാം. ഷിബു ചേട്ടൻ ചോദിക്കുന്ന ഒരു മറവത്തൂർ കനവ്. ആദ്യം നമുക്ക് വെണ്ണില കൊമ്പിലെ പാടാം. ഓക്കെ. വെണ്ണില കൊമ്പിലേറാപ്പാടി എന്നുമീയേട്ടന്റെ ചിങ്കാരി മഞ്ഞുനീർത്തുള്ളി പോലെന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരു വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുമീയേട്ടന്റെ ചിങ്കാരി. ഓക്കെ. റിനി ചേച്ചി പറയുന്നു, ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനസ്സിന്റെ അഗാധതയിൽ ഓളങ്ങൾ ഉണ്ടാക്കുന്ന മാസ്മരിക ശബ്ദം. താങ്ക് യു. ദിനു ചേട്ടനോട് ഷിബു ചേട്ടൻ ലാൽ ജോസ് ഫിലിം സോങ് അല്ലേ എന്ന് ചോദിക്കുന്നത് ഏത് പാട്ടായിരുന്നു അറിയില്ല. ഷിബു ചേട്ടൻ കുറുക്ക് സിറുത്തവളെ എന്നുള്ള പാട്ട്. പിന്നെ ടില്ല അനീഷ് സൂപ്പർ സോങ്, താങ്ക് യു. ആഹാ ചേച്ചി ഞെട്ടിച്ച് കളഞ്ഞല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറഞ്ഞു. വെറുതെ ഞാൻ ചുമ്മാ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഷാഹുൽ ഏട്ടൻ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, താങ്ക്സ് തില്ല, ശരിയായിന്ന് സുരാജ് ഏട്ടൻ, താങ്ക് യു. ദിനു ചേട്ടൻ ആര്യ മാഡം എന്ന് വിളിക്കുന്നുണ്ട്, ആരെയോ ആണ്, ഇതിനിടയ്ക്ക് ആരാ വന്നെന്നറിയില്ല. റിനി ചേച്ചി കുറേ സ്റ്റിക്കറുകൾ ഷാഹുലേട്ടനും തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ നിറഞ്ഞ സ്നേഹത്തിനും ഇതിനുമെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇപ്പൊ എന്റെ ഒപ്പമുള്ളത് രതീഷ് ഏട്ടനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടുക, പാടിത്തരുന്നതായിരിക്കും. കുറച്ചു നേരം കൂടി നമ്മൾ ലൈവ് പോയിട്ട് നിർത്തുന്നതാണ്. അപ്പോ വേണ്ട പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ പേരൊക്കെ വേഗം 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 പറഞ്ഞോളൂ. അപ്പോ ഇഷ്ടമുള്ള പാട്ടുകളുമായി നിങ്ങളുടെ ഒപ്പമുള്ളത് RJ തില്ലയാണ്, ഒപ്പം രതീഷ് ഏട്ടനും. രതീഷ് ഏട്ടാ പാട്ടിലേക്ക്. ഓക്കെ, പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തമിഴ് പാട്ട്. ഷാഫിയുടെ ഓക്കെ. അപ്പൊ ആ ഒരു പാട്ടെടുത്തു. റിനി ചേച്ചി ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുന്നതായിട്ടൊരു. ഓക്കെ, അപ്പോ ഷാഫി ചേട്ടന്റെ ഒരു പാട്ടിലേക്ക്. ഓക്കെ, അപ്പോ ലിറിക്സ് എടുത്തോട്ടെ കേട്ടോ. വിന്ദുജ ഹായ് എന്ന് ദിനു ചേട്ടൻ. ഓക്കെ. നാടൻ പാട്ട് സിംഗർ ആണ് റിനിക്കുട്ടിന്ന് തില്ല അനീഷ്. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ നാടൻ പാട്ട് കലാകാരികളും ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോ റിനീനെയും ഞാൻ ഹൃദയപൂർവ്വം ഈ ഒരു ഞങ്ങളുടെ ഒരു ലൈവിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എവിടെ നിന്നാണ് റിനി ജോയിൻ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറയാവോ?
തില്ല അനീഷ്. പുള്ളിമാൻമിഴി വെള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത്. പുള്ളിമാൻമിഴി. ഓ ഓക്കെ 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 ഓക്കെ. ചില പാട്ടുകൾ വരികളിൽ സുന്ദരവും നേരുകളിൽ വേദനയുമാണ്. ഞാൻ വിളിച്ചിട്ട് വന്നവരാണെന്ന് ദിനുചേട്ടൻ. താങ്ക് യു സോ മച്ച് ദിനുചേട്ടാ, ഒരുപാട് സന്തോഷം. പാട്ടിലേക്ക് പോവാമോ? ഓക്കെ, പാട്ടിലേക്ക്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൽ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൽ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഓക്കെ, അപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കമന്റുകളിലേക്കും കൂടെ പോവാം. ഓക്കെ, അത് പാടി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അയ്യോ മാറിപ്പോയി ഞാൻ വായിച്ച കമന്റ്. നാടൻ പാട്ട് സിംഗർ ആണ് റിനിക്കുട്ടി തില്ല അനീഷ് എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ നാടൻ പാട്ട് കലാകാരിയാണ് എന്ന് റിനി ചേച്ചിയോട് പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ അത് പാടി കേൾക്കുമ്പോൾ മനസ്സിലായി ബാലേട്ട എന്ന് പറയുന്നുണ്ട്. ചന്ദന പൂവഴകെ ചന്തത്തിലാടാൻ വാ. ഇദ്ദേഹവും നാടൻ പാട്ടിന്റെ ആരാധകനാണെന്ന് തോന്നുന്നു. അടിപൊളി നന്ദുണ്ണി ചേട്ടൻ. ഷാഹുലേട്ടൻ എന്നെ 2 പാവക്കുട്ടികളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ഏത് പാട്ടിലേക്ക് പോവാൻ ചേട്ടാ? ഓക്കെ, അടുത്ത പാട്ടപ്പോ ചേട്ടൻ നോക്കുന്ന ടൈമിലേക്ക് ഏത് പാട്ടാ? നസീട്ടൻ ആലപിച്ച നമ്മുടെ ലാലേട്ടന്റെ അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തില് ഏതോ നിദ്രതൻ എന്ന തുടങ്ങുന്ന ഗാനം. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല. ഓക്കെ, അന്തോണി ചേട്ടൻ അടിപൊളി. ശിബു ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഒരു രക്ഷയുമില്ല ചേട്ടായി, ഒരു കുളിരല്ല വന്ന് തഴുകിയ പോലെ എന്ന് റിനി പറയുന്നുണ്ട്. ദിനുചേട്ടൻ തില്ല അസാധ്യമായ ഒരു ഗായികയാണ്, നിരവധി ട്രൂപ്പുകളിൽ പാടിയിട്ടുണ്ട്, ഇപ്പോൾ സ്വന്തമായി ഇവർക്കൊരു ബാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തില്ലെ സപ്പോർട്ട് ചെയ്യണം. ചേട്ടാ തെറ്റി. ഞങ്ങൾക്ക് സ്വന്തമായി ബാൻഡ് ഇല്ല, തുടങ്ങണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ ഈ വർഷം സാധിച്ചില്ല. നെക്സ്റ്റ് ഇയർ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഞാന് പല ആൾക്കാർ നയിക്കുന്ന പല ബാൻഡുകളിലാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഞാൻ രതീഷേട്ടന്റെ ഒപ്പം ഗാനമേളയിലാണ്. നാടൻപാട്ട് സമിതികൾക്ക് ആർക്കും തന്നെ വാക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ ഗസ്റ്റ് ആയിട്ട് പ്രോഗ്രാമുകൾക്ക് ഉണ്ടാവും. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നാടൻ പാട്ടുകാർക്ക് ആർക്കെങ്കിലും ഗസ്റ്റ് ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ നമ്മുടെ ടീമിന് പ്രോഗ്രാം ഇല്ലാത്തപ്പോൾ ഉറപ്പായിട്ട് എത്തും. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഷാഹുലിക്കയ്ക്ക് വേണ്ടി ഷാഫിയുടെ പാട്ട് പാടിയതിന് നിറഞ്ഞ സ്നേഹം. ദിനു പി വി ചേട്ടൻ ഏതോ നിദ്രതൻ. ഓക്കെ, റിനി ചേച്ചി പാട്ട് കേൾക്കുന്നു. ഈ പാട്ട് കേട്ടാൽ പ്രണയിക്കാത്തവരും പ്രണയിച്ചു പോകുന്നു, ഷാഹുലേട്ടൻ പറയുന്നു. ഓക്കെ, പ്രണയമാണ് എല്ലാം അല്ലെ. നമ്മുടെ പ്രകൃതി പോലും പ്രണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. പാട്ടും പ്രണയത്തിൽ പെടുന്നതാണ്. പ്രണയവും വിരഹവും എല്ലാം നിറഞ്ഞതാണ് പാട്ട്. നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോഴും ചിലപ്പോഴേക്കും നമ്മൾ കേട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ മനസ്സ് വായിക്കും എന്ന് പറയുന്ന പോലെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സുമായിട്ട് അടുത്ത് നിൽക്കുന്ന പാട്ടുകളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് പാടിയ പാട്ടുകളിൽ ഏറെയും
പലതും പലരുടെയും ഇമോഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പാട്ടുകളാണെന്ന് വിശ്വസിക്കുന്നു. സരിക RJ നെയ്യും എന്ന് പറയുന്നുണ്ട്. ഞാന് RJ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സരിക അല്ല, സാരഥിയിലാണ് പാടിയിരുന്നത്. ഇപ്പോ പാടുന്നില്ല, ആ ടീമിലില്ല. ഓക്കെ. റിനി ചേച്ചി കുറേ സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. ഹായ് പറഞ്ഞിട്ടുണ്ട് ഹരിദാസ് ചേട്ടന്. ഷിബു ചേട്ടൻ തില്ലയും രതീഷ് ചേട്ടനും ഒരു പാട്ട് പാടി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരുടെ വോയിസ് 2 ജോർണറിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടിയാൽ എത്രത്തോളം അത് സെറ്റായി പോകും എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഒരു പാട്ട് പ്രാക്ടീസും ചെയ്തിട്ടില്ല. പിന്നെ രതീഷ് ചേട്ടന്റെ ടീമില് ഞാൻ ആങ്കർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അതാണ് പറഞ്ഞേ എന്ന് പറയുന്നുണ്ട്. ഹിന്ദി സോങ് പിന്നെയും ചോദിക്കുന്നു. വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം, ഒന്ന് പാടിത്തരുമോ എന്ന് ചോദിക്കുന്നു. പ്രണയത്തെ പറ്റി മിണ്ടി പോരുതെന്ന് റിനി തില്ല അനീഷ് ലൈവ് വേറെ ലെവലാണ്. റിനിക്കുട്ടി തില്ല മാത്രമുള്ള ലൈവ് കണ്ടാൽ മാത്രമാണ് അറിയൂ റിനിക്കുട്ടി എന്ന് പറയുന്നത്. തില്ല മാത്രമുള്ള ലൈവ് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതല്ലേ. ഇപ്പോഴും നമ്മൾ ഗസ്റ്റ് വരുമ്പോഴാണ് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ പട്ടേന്ന് പോകുന്നു എനിക്കറിയാം. അപ്പൊ അത് ഫ്രൈഡേ ആണ് ആ ഒരു ലൈവ് വരുന്നത്. നമുക്ക് കുറച്ച് തമാശയും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ലൈവ് ഫ്രൈഡേ വരും. ഇത് കലാകാരന്മാർക്ക് വേണ്ടി, അവരാണ് ഇതിലെ സ്റ്റാർസ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും അവർക്ക് വേണം. അടുത്ത പാട്ടിലേക്ക് പോവാം. പൂവണി പൂവണി ഓരോന്നും പിന്നെ നീ തൂമുഖഭാവവും കണ്ടും നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചിയോർത്തും പൂവണി പൂവണി ഓരോന്നും പിന്നെ നീ തൂമുഖഭാവവും കണ്ടും നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചിയോർത്തും മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുക്ത ഈ കാഴ്ച തന്നെയോരോണം മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുക്ത ഈ കാഴ്ച തന്നെയോരോണം കാലത്തിൻ കോലത്താൽ വേർപിരിഞ്ഞോർ നമ്മൾ കാണുകയായിത വീണ്ടും പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. ഓക്കെ. ഒരു ഓൾഡ് സോങ് എന്ന് ഷിബു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ലൈവ് ഉള്ളപ്പോൾ എനിക്കൊന്ന് മെൻഷൻ ചെയ്താൽ മതി ബാലേട്ട എന്ന് പറയട്ടെ. റിനി ചേച്ചി ഒന്ന് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ, അപ്പൊ നോട്ടിഫിക്കേഷനും വരും, ബാലേട്ടൻ വിളിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോ ഇനി കുറെ പാട്ടുകളൊക്കെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും പാട്ടുകളൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഒരു ഓൾഡ് സോങ് കൂടി പാടിയിട്ട് ഇന്നത്തെ ലൈവ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പോ അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരട്ടെ. ആര് ലൈവ് വിട്ട് പോകരുത്. നിങ്ങൾക്ക് ഉപയോഗമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഷോയുടെ പേര് പാടാം പറയാം നേടാം എന്നുള്ളതാണ്. കൈ നിറയെ സമ്മാനങ്ങളുമായി പോകാനുള്ള ഒരു വമ്പൻ ഓഫറാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒപ്പം ഫോളോ ചെയ്യുക. ഒരു 5 പേരെ കൊണ്ട് ഫോളോ ചെയ്യിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതിയാവും. 5 എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഒരു മിനിമം എമൗണ്ട് ആണ്. നിങ്ങൾ കൊണ്ട് പറ്റുന്നവരെ ഒക്കെ ഇതിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആയിരിക്കും ഞങ്ങൾ നൽകുക. മാസത്തിൽ 2 പേർക്കായിരിക്കും ഗിഫ്റ്റ് ഉണ്ടാവുക, ക്യാഷ് പ്രൈസ് ഉണ്ടാവുക. അത് മാത്രവുമല്ല, ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ആ ഒരു വിജയിയെ ഞങ്ങൾ കണ്ടെത്തുന്നത്. 4 ലൈവ് ഉണ്ടാവും. 4 ലൈവിൽ നിന്നുകൊണ്ട് 2 വിജയികളെ, ആഴ്ചയിൽ 1 ലൈവാണ്. അങ്ങനെ 4 ലൈവുകൾ ഒരു മാസത്തിൽ. അതിനകത്ത് നിന്ന് 2 വിജയികളെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞങ്ങളുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സെർവിംഗ് ചാത്തന്നൂർ, ഹോം നഴ്സ്, ഹൗസ് മെയ്ഡ്, ഡെലിവറി, അതുപോലെ അറ്റൻഡർ, ഓഫീസ് സ്റ്റാഫ്, ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡർ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങള്, സർവീസുകള്
നൽകുന്ന ആൾക്കാരാണ്. സോ സാന്ത്വനത്തിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ട് എന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ, പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഉടനെ തന്നെ നമ്മുടെ പേജിൽ വരുന്നതായിരിക്കും. അതിനോടൊപ്പം കോ സ്പോൺസേർഡ് ബൈ സ്റ്റാർ വിന്നർ ഗാനമേള, ഞങ്ങളുടെ സ്വന്തം ഗാനമേളയും ഈ ഒരു പ്രോഗ്രാമില് പങ്കാളികളാവുന്നു. അപ്പോ സ്റ്റാർ വിന്നറിന് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു കാര്യം, വേദികൾ നൽകി അനുഗ്രഹിക്കുക. ഞങ്ങളെല്ലാം നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലോ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടികളിലോ കല്യാണ പരിപാടികളിലോ എന്ത് തന്നെയാണെങ്കിലും വിശിഷ്ടമായിട്ടുള്ള നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞങ്ങളെ ക്ഷണിക്കാൻ മറക്കരുത്, മടിക്കരുത്. സോ ഞങ്ങളുടെ സ്പോൺസേഴ്സ് വന്നിട്ട് സ്റ്റാർ വിന്നർ ഗാനമേള ആൻഡ് സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സെർവിംഗ് ചാത്തന്നൂർ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ചയാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം ആൾക്കാരിലേക്ക് ഇന്നത്തെ ലൈവും ഷെയർ ചെയ്യുക. അതിനോടൊപ്പം ഇന്ന് എന്റെ ഒപ്പം ഉണ്ടായിരുന്നത് നാട്ടിലെ പാട്ടുകാർ. ഫസ്റ്റ് ആദ്യമായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പാടാൻ എത്തിയിരിക്കുന്നത് രതീഷ് കലാഹൃദയം ചേട്ടനാണ്. കൊടുവഴന്നൂരാണ് ചേട്ടന്റെ സ്ഥലം വന്നിട്ടുള്ളത്. സ്റ്റാർ വിന്നർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗാനമേളയുടെ എല്ലാമായ മെയിൻ സിംഗർ ആണ്. അതിനോടൊപ്പം തന്നെ ചേട്ടനും ചേട്ടന്റെ പ്രിയ പത്നിയും ചേർന്നിട്ട് കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ സംഘടന നടത്തുന്നുണ്ട്. അത് അവരുടെ ഏറ്റവും വലിയ പുണ്യമായ ഒരു പ്രവൃത്തിയാണ്. ഓരോ പേഷ്യൻസിന് വേണ്ടിയിട്ട് അവര് തെരുവോരങ്ങളിൽ പാടി സമാഹരിക്കുന്ന തുക അവരുടെ ചികിത്സാ സഹായമായി നൽകുന്നു. അപ്പോ നിങ്ങൾ ഇവരെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഓടിച്ചെന്ന് മിണ്ടാനും നിങ്ങളുടെ കയ്യിലുള്ള സഹായം എത്തിക്കാനൊന്നും മറന്നു പോകരുത്. അതിനോടൊപ്പം ഇന്നത്തെ നമ്മുടെ ലൈവിലൂടെ നിങ്ങൾക്ക് സഹായം നൽകാവുന്നതാണ്. ഇന്ന് ഞങ്ങൾ പാടിയത് അനിൽകുമാർ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി. അഞ്ചലാണ് സ്വദേശം. 25 വയസ്സുള്ള അധ്യാപികയായിരുന്ന കുട്ടി ഇപ്പോൾ ബോൺ മാരോ ക്യാൻസർ ബാധിച്ചൊരു ചികിത്സയിലാണ്. അപ്പൊ അവരുടെ ചികിത്സാ ധനസഹായത്തിനു കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ലൈവ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലൈവില് ഞങ്ങൾ ഗൂഗിൾ പേ നമ്പർ ഒന്നും കൂടി ഇടുന്നുണ്ട്. 94 47 89 03 78 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് തരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ എമൗണ്ട് റിവീൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് മാത്രമായിരിക്കും ഞങ്ങൾ പറയുന്നത്. എമൗണ്ട് റിവീൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എമൗണ്ട് റിവീൽ ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 1 രൂപ മുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾ ആരെയും പുഷ് ചെയ്യില്ല, ഞങ്ങൾ അതിനുവേണ്ടി നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, അത്രമാത്രമാണ് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കൈകളിൽ എത്തുന്നത് നിങ്ങൾക്ക് ലൈവായി അത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സഹായമായിരിക്കും നമ്മുടെ സഹോദരിയായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ലൈവില് ഇനിയും ഒത്തിരി കലാകാരന്മാർ വരാനുണ്ട്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പെർഫോമൻസിന്റെ ഒരു വീഡിയോ, പാട്ട് പാടുന്നവരാണെങ്കിൽ സ്റ്റേജിൽ പാടുന്നത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫോണിലെടുത്ത സെൽഫി ക്യാമറയിലോ അല്ലെങ്കിൽ ക്യാമറയിലോ എടുത്ത ഒരു വീഡിയോ, പാട്ട് പാടുന്നതിന്റെ ഒരു വീഡിയോയോ ഓഡിയോയോ ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇത്ര മാത്രം ഞങ്ങളുടെ മെസ്സഞ്ചറിൽ ചെയ്താൽ മതിയാകും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ മെസ്സഞ്ചറിൽ എത്തുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത കലാകാരനോ കലാകാരിയോ നാട്ടിലെ ചാമ്പ്യനോ നിങ്ങളായിരിക്കാം. സോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും കുറെ കമന്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. റിനി ചേച്ചിക്ക് ശേഷം റിനിക്കുട്ടി പോയോ എന്ന് ചോദിക്കണില്ല, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ ഞങ്ങളുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ട് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? നമ്മുടെ ലൈവ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോ തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഫസ്റ്റ് നമ്മുടെ ഈ നാട്ടിലെ താരം എന്നുള്ള നാട്ടിലെ താരം എന്നുള്ള പ്രോഗ്രാമില് ഫസ്റ്റ് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമേ തന്നെ തില്ലയോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവരും ലൈവ് പ്രോഗ്രാമുകൾ കാണണം, അതുപോലെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ തന്നെ ലൈവില് തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഒട്ടുമിക്ക എല്ലാ പാട്ടുകളും നമ്മൾ പാടാൻ സാധിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, മാക്സിമം നമ്മൾ കമന്റുകളെല്ലാം കവർ ചെയ്തു, പാടാൻ ശ്രമിച്ചു. അത് ചേട്ടനാണ് അതിന് ഏറ്റവും മുൻകൈ എടുത്തിട്ട് പറയുമ്പോൾ തന്നെ ആ ഒരു പാട്ട് എടുത്ത് അവർക്ക് പാടിക്കൊടുത്തു. അതിന് ഒരുപാട് സന്തോഷം. അതിനോടൊപ്പം ഇന്ന് ഞങ്ങളുടെ ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്തതിന്, വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങള് തില്ല അനീഷ് എന്ന എന്റെ പേജിന്റെ മുഖാന്തരവും എന്റെ ഒരു രീതിയിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇനിയും വരും ലൈവുകളിൽ ചേട്ടൻ ടൈം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ലൈവ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം ഇനിയും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ലൈവ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ ഒപ്പമുള്ളത് രതീഷ് ചേട്ടനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ലൈവ്